Good morning everyone. Welcome to our 24/7 Malayalam channel. This is Hindu Sebastian, English faculty ആണ്. Welcome to the Hindu Editorial Analysis of 22nd December 2021. അപ്പം I'm so sorry. ഇന്ന് നമ്മൾ ഇച്ചിരി ലേറ്റായി, കുറച്ചധികം ലേറ്റായി, ഒരു 10 മിനിറ്റ്സോളം ലേറ്റായി. I'm so sorry for that. കാര്യം കുറച്ചൊരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ഞാൻ കുറേ നേരം ട്രൈ ചെയ്യുന്നു എൻ്റർ ചെയ്യാൻ. So that's it. Okay. So let's start. അപ്പോൾ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ സെഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമേ ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സിനോണിംസ്, ആന്റണിംസ്, അതിന് മുമ്പ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഡിസ്കസ് ചെയ്യും, ആൻഡ് ദെൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിൾ അനലൈസ് ചെയ്യുന്നു, ഗ്രാമർ സ്ട്രക്ചേഴ്സ്, വൊക്കാബ് ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സ്പോട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. സോ ദാറ്റ്സ് ഹൗ വി ഡു അവർ സെഷൻ. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് എൻറിച്ച് യുവർ വൊക്കാബുലറി. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ സെഷൻ. യെസ് ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഡിസ്കഷനൊക്കെ കഴിഞ്ഞോ? ഓക്കെ, എക്സാമിനെ പറ്റിയാണോ? ഫെബിലാവാൻ ചാൻസ് ഉണ്ടോ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ ചിഞ്ചു. എനിവേ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ ചെയ്ത് നിങ്ങൾ സമയം കളയാതിരുന്നത് നന്നായി. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ സെഷൻ. അപ്പോൾ നമുക്കിപ്പോൾ 12% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും. അപ്പോൾ കോഴ്സുകൾ ഇതൊക്കെയാണ്. 12th മെയിൻസിൻ്റെ ക്രാഷ് കോഴ്സ് വരുന്നത് 23-ാം തീയതി വരുന്നു, ആൻഡ് 23-ാം തീയതി ക്ലാസ് തുടങ്ങുന്നു. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് 28-ാം തീയതി മുതൽ നമ്മൾ റെഗുലർ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ക്ലാസ്സുകൾ തുടങ്ങുന്നു. പിന്നെ RRC ഗ്രൂപ്പ് ഡിയുടെ 50 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ട് ഈ 31-ാം തീയതി. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു, റെയിൽവേയിലെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്, കോർപ്പറേഷൻ്റെ ആണ്. അപ്പോൾ RRCയുടെ ആണ്, കോർപ്പറേഷൻ്റെ, റെയിൽവേ കോർപ്പറേഷൻ്റെ ആണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ജോയിൻ ചെയ്യാൻ നല്ല ജോലിയാണ് കേട്ടോ. അപ്പോൾ 3 ക്ലാസ്സുകളായിട്ടായിരിക്കും പോകുന്നത്, ആൻഡ് അത് നമ്മൾ 31-ാം തീയതി ആരംഭിക്കുന്നു. അതുപോലെ KSൻ്റെ നമ്മുടെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇതുവരെ എത്തിയിട്ടില്ല, ബട്ട് ബാച്ച് നന്നായി പോകുന്നു. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മൾ കുറച്ചായി, ഇപ്പോൾ 2 ആഴ്ചയോളമായി നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, കൂടാതെ നമ്മൾ Jan 10th നമ്മുടെ 10th പ്രിലിംസിൻ്റെ അതെല്ലാം കൂടെയുള്ള VFA, ബെവറേജ്, LD, ഡിപ്പോ വാച്ച് എല്ലാത്തിനും കൂടെ ഒരുമിച്ചുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓർക്കേണ്ടത് എൻ്റെ കോഡ് മതി, Y314 എന്ന കോഡ് അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരുപാട് പേര് ഇംഗ്ലീഷ് മാത്രം കോഴ്സ് തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ. ഓക്കെ, ഞാനൊരു റിമ മിസ്സും കൂടി ആയിരിക്കും കൈകാര്യം ചെയ്യാം. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് ഇനി സമയമുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് പഠിക്കാൻ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ കോട്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കോട്ട് ഇതാണ്: ഡോണ്ട് ട്രൈ ടു ബി പെർഫെക്റ്റ്, ട്രൈ ടു ബി ബെറ്റർ ദാൻ യു വർ യെസ്റ്റർഡേ. അപ്പോൾ പെർഫെക്റ്റ് ആകുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ മോട്ടോ. യുവർ മോട്ടോ മസ്റ്റ് ബി ടു ബി ബെറ്റർ ദാൻ വാട്ട് യു വർ യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലെ നോക്കിയേ, ഇന്നലെ നീ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഒരു പടി മുന്നോട്ട് നിൽക്കുക. സോ ട്രൈ ടു ബി ബെറ്റർ ദാൻ യു വർ യെസ്റ്റർഡേ. അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം. സോ ആ ഒരു അജണ്ട മനസ്സിലുണ്ടായിരിക്കണം, ആ ഒരു കാര്യം മനസ്സിൽ, മോട്ടോ ഉണ്ടായിരിക്കണം എല്ലാവരുടെയും മനസ്സിൽ. ആൻഡ് ഡോണ്ട് ബി പെർഫെക്റ്റ്. നമുക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റില്ല, നോബഡി ഈസ് പെർഫെക്റ്റ് അല്ലേ? സോ അങ്ങനെ നമുക്ക് നോക്കാം. ഓൾ റൈറ്റ്, യെസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ 2 ആർട്ടിക്കിളുണ്ട്. 2ഉം ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത് ഒരു സാക്രിലജ് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മൾ നിയമം കയ്യിലെടുത്ത ഒരു കൂട്ടരുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്, അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നുള്ളത് നമ്മുടെ ആധാർ ലിങ്കിങ്ങിനെ പറ്റിയാണ്. ആധാർ ലിങ്ക് ചെയ്യാൻ പോവാണ്, വോട്ടേഴ്സ് ID ആയിട്ട് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ മൊത്തം എന്താണ് ഫ്രാഞ്ചൈസിന് വേണ്ടിയിട്ട്, എൻഫ്രാഞ്ചൈസ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനൊരു ബില്ല് പാർലമെൻറ്റിലോട്ട് വരാൻ പോകുന്നത്, പാസ്സാവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഉള്ള ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ, അനലറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇന്ന് ഓതർ വന്നേക്കുന്നത്. ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. പൊളിറ്റിക്കലി അതുപോലെ തന്നെ സോഷ്യലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആർട്ടിക്കിളാണ്. സോ ദാറ്റ്സ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ടുഡേ. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബട്ട് മറ്റേത് വായിച്ചു നോക്കുക. റിലിജൻ്റെ പേരിൽ അല്ലെങ്കിൽ കാസ്റ്റ്, ക്ലാസിൻ്റെ ഒക്കെ പേരിലുള്ള ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒരുപാട് നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു നോർത്ത് ഇന്ത്യയിൽ നടന്ന സംഭവത്തെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. ആൻഡ് യു ഹാവ് ടു ഗിവ് ഇറ്റ് എ റീഡ് ആസ് വെൽ. കേട്ടോ, മറക്കണ്ട, ഒന്ന് വായിച്ചു നോക്കണം. ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇന്ന് കുറച്ചധികം ഇഡിയംസ്, ഫ്രേസസ്, 1 വേർഡ്, ലാറ്റിൻ ഫ്രേസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇന്ന് ആദ്യത്തെ വാക്ക് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം എൻഫ്രാഞ്ചൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എൻഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ അർത്ഥം വോട്ടിംഗ് റൈറ്റ് എന്നാണ് അർത്ഥം, എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. അപ്പോൾ ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ഡിപ്രൈവ്ഡ് ഓഫ്
റൈറ്റ് ഓർ പ്രിവിലേജ്, എസ്പെഷ്യലി ദ റൈറ്റ് ടു വോട്ട്. അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനൊരു അവകാശം ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ്. കേട്ടോ, എൻഫ്രാഞ്ചൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ അവസ്ഥ ഓഫ് എവരിബഡി ഹാവിംഗ് ദ റൈറ്റ് ടു വോട്ട്, അതിനെയാണ് ഈ പറയുന്ന എൻഫ്രാഞ്ചൈസ്മെന്റ് എന്ന് പറയാം. സോ ബട്ട് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ ഇല്ലാണ്ടിരിക്കുക, വോട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇല്ലാണ്ട് ആ വോട്ടിന്റെ അവസ്ഥ നിങ്ങൾ നിന്ന് എടുത്ത് മാറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അതിനെയാണ് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണേ, വൺ വേർഡാണ്, ഓർത്ത് വെക്കുക. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. യെസ്, ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കി, വിജിലന്റിലിസം. വിജിലന്റിലിസം, വിജിലന്റ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ എന്നാണ് അർത്ഥം അല്ലെ. എന്നാൽ വിജിലന്റിലിസം എന്ന് പറഞ്ഞാൽ ദാറ്റ് സംതിങ് നെഗറ്റീവ്. അതിന്റെ മീനിങ് ഇതാണ്, ലോ എൻഫോഴ്സ്മെന്റ് അണ്ടർടേക്കൺ വിതൗട്ട് ലീഗൽ അതോറിറ്റി ബൈ എ സെൽഫ് അപ്പോയിന്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് പ്രത്യേകിച്ച് ആരും ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവകാശം കൊടുത്തിട്ടൊന്നുമില്ല നിയമം കയ്യിലെടുക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിയമത്തിനെ കയ്യിലെടുക്കുന്നു. ദേ ആർ എൻഫോഴ്സിങ് ദ ലോ വിതൗട്ട് ലീഗൽ അതോറിറ്റി. ലീഗൽ അതോറിറ്റി ഒന്നും ഇല്ലാത്തവര് അവർ തന്നെ ഒരു ഗ്രൂപ്പ് ആയിട്ട് അവർ കുറച്ച് ആൾക്കാർ നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര്, ആ ലോ എൻഫോഴ്സ്മെന്റ് ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് വിജിലന്റിലിസം. വൺ വേർഡ് ആണ്, ഓർത്ത് വെച്ചോളാം. ഇപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ചോദ്യം വരാറുണ്ട്, അതുകൊണ്ടാണ് ഇത് തരുന്നത്. ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ വോട്ട് ചെയ്യാനുള്ള അവസ്ഥ ഇല്ലാണ്ടിരിക്കുന്ന ഒരു കാര്യം. ആൻഡ് വിജിലന്റിലിസം എന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിതൗട്ട് ലീഗൽ അതോറിറ്റി അവരുടെ കയ്യിലില്ല, അങ്ങനെ അവർ ലോ എൻഫോഴ്സ് ചെയ്യുന്നതിനെയാണ് വിജിലന്റിലിസം എന്ന് പറയാം. സോ ദീസ് ആർ ദ ടു വൺ വേർഡ്സ്, വെരി ഇമ്പോർട്ടൻ്റ് ആയ 2 വൺ വേർഡ്സ് ആണ് ഇന്നത്തെ 2 ആർട്ടിക്കിളിലും സെപ്പറേറ്റ് ആയിട്ടുള്ള അതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പൊളിറ്റിക്കലി കുറച്ചധികം വേർഡ്സ് ഉണ്ട്, നമുക്കത് നോക്കിവിടാം. ആൻഡ് നെക്സ്റ്റ് പിന്നെ വരാൻ പോകുന്ന ഒരു ഫ്രേസ് ആണ് വീഡ് ഔട്ട്. നിങ്ങൾക്കറിയാം വീഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ, വീഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊക്കെ നമ്മുടെ അറിയാം കൃഷിയിടങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ വയലിലൊക്കെ വീഡ് ഔട്ട് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ കള പറിക്കുക അല്ലേ, കള പറിക്കാന്ന് പറയും. കള പറിക്കാന്ന് പറഞ്ഞാൽ റിമൂവ് എ പേഴ്സൺ ഓർ തിങ്, അനാവശ്യമായ കാര്യം, ദാറ്റ് ഈസ് അൺസ്യൂട്ടബിൾ. സ്യൂട്ടബിൾ അല്ല, അപ്രോപ്രിയേറ്റ് അല്ലാത്തൊരു സാധനത്തെ നമ്മളെടുത്ത് മാറ്റും, അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയും. അതിനെയാണ് വീഡ് ഔട്ട് എന്ന് പറയാം. അതിപ്പോൾ ഒരു സാധനമായിക്കോട്ടെ, ഒരു മനുഷ്യനായിക്കോട്ടെ, എ പേഴ്സൺ ഓർ എ തിങ് ദാറ്റ് ഈസ് അൺസ്യൂട്ടബിൾ. ഇഫ് യു ആർ റിമൂവിങ് ദാറ്റ് പേഴ്സൺ ഓർ എ തിങ്, യു ക്യാൻ സേ ദാറ്റ് യു ആർ വീഡിങ് ഔട്ട് ഓർ യു വീഡ് ഔട്ട് സംതിങ്. ഇതിലൊരു വീഡ് ഔട്ട് ചെയ്യുവാണ് നിങ്ങളെന്ന് പറയാം. അത് അനാവശ്യമായ ഒരു കളയെ ഉറച്ച് കളയുന്നു, ദാറ്റ്സ് ഇറ്റ്. വീഡ് ഔട്ട് ചെയ്യുക, ദാറ്റ്സ് ആൻ ഇഡിയം, സോറി ദാറ്റ്സ് എ ഫ്രേസ്, ഓർത്ത് വെച്ചോളാം കേട്ടോ, വീഡ് ഔട്ട് എന്നുള്ളത്. ആൻഡ് അനദർ വൺ ഇസ് കം അപ്പ് അഗൻസ്റ്റ്. കം അപ്പ് അഗൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഹാവ് ടു ഡീൽ വിത്ത് എ പ്രോബ്ലം. കം അപ്പ് അഗൻസ്റ്റ്, നമ്മൾ എന്തിനൊരു നേരെ എതിരെ ചെല്ലണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വലിയൊരു പ്രതിസന്ധി ഉണ്ട്. യു ആർ ഇൻ എ ഡിഫിക്കൽട്ടി, യു ആർ ഇൻ ട്രബിൾ, യു ആർ ഇൻ ഡേഞ്ചർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ യു ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ് പ്രോബ്ലം. അങ്ങനെ പറയുന്ന പേരാണ് കം അപ്പ് അഗൻസ്റ്റ്. കം അപ്പ് അഗൻസ്റ്റ് സംതിങ്, ടു ഹാവ് ടു ഡീൽ വിത്ത് എ പ്രോബ്ലം എന്നാണ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം കേട്ടോ. യെസ്, ഗുഡ് മോർണിംഗ്. യെസ്, വിജിലന്റ്, യെസ്, പേഴ്സൺ ഇൻവോൾവ്, അതെ മുഹമ്മദ്, യെസ്. ഇതൊക്കെ നമ്മുടെ ഓർത്ത് വെച്ചോളാം. നമ്മുടെ ഈ വേർഡുകളെല്ലാം വന്നതാണ്, ലോൺ വേർഡ്സ് ആണ്, പല ഇവിടെ നിന്ന് വന്നതാണ്. അപ്പം നമ്മൾ വിജിലന്റ് എന്ന വാക്ക് നമ്മൾ തെറ്റിപ്പോരുതേ. വിജിലന്റ് എന്ന വാക്കുമായിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. വിജിലന്റ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. വിജിലന്റ് ആയിരിക്കണം എന്ന് പറയില്ല, നമ്മൾ പറയാറുണ്ട് വിജിലന്റ് ആയിരിക്കണം. വിജിലന്റ് എന്ന് പറയുന്ന, അതാണ് ഞാൻ ഒന്നുകൂടി പറയുകയാണെ, വിജിലന്റ് ആകുക എന്ന് പറഞ്ഞാൽ കെയർഫുൾ ആയിരിക്കുക എന്നാണ് അർത്ഥം. വാച്ച്ഫുൾ ആയിരിക്കുക, കെയർഫുൾ ആയിരിക്കുക, അലേർട്ട് ആയിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം വിജിലന്റ്. എന്നാൽ അതേ നമ്മൾ വിജിലന്റ് എന്ന വാക്കിൻ്റെ കൂടെ ഒരു ഇട്ട് കൊടുത്തേ, വിജിലന്റ്, അത് നൗണായി. മീൻസ് വിജിലൻറ്റെ എന്ന് പറയുന്നത് ശരിക്കും ഇതിന് റിലേറ്റഡ് അല്ല വിജിലന്റ് എന്ന വാക്ക്, പക്ഷേ വിജിലന്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. മുഹമ്മദ് പറഞ്ഞ പോലെ അത് ഓർത്ത് വെച്ചോളാം. വിജിലന്റ് ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള വാക്കാണ്. ഇത് ഇവിടുന്ന് കിട്ടിയ വാക്കല്ല കേട്ടോ, മേ ബി ലാറ്റിൻ വാക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ ഗെസ് ലാറ്റിൻ വാക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇല്ലേ, സെൽഫ് അപ്പോയിന്റ് ചെയ്ത ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ലോ എൻഫോഴ്സ്മെന്റ് നടത്തുന്ന ആൾക്കാർ വിതൗട്ട് ലീഗൽ ആക്ഷൻ, അവയ്ക്ക് പറയുന്ന പേരാണ് ഈ വിജിലന്റ് എന്ന് പറയാം. ദ പേഴ്സൺ ഇൻവോൾവ്, അതാണ്. താങ്ക് യു മുഹമ്മദ്. ഓക്കെ, അപ്പം നമുക്ക് പറയുവാണെങ്കിൽ എന്തൊരു കാര്യം ആയിക്കോട്ടെ, സ്വയമായിട്ട് കാര്യം എടുത്തെടുക്കുന്ന ആൾക്കാരെ നമുക്ക് പറയാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് പറയുന്ന പേരാണ് വിജിലന്റ്. ആൻഡ് ഇത് ഓർത്ത് വെച്ചോളൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്തും കൂടെ കുറച്ച് നോക്കാം കേട്ടോ. We have some more to look into. Nowadays, some people takes vigilantism. Some people takes Allah. Nowadays, some people plural ആണ്. അപ്പോൾ പ്രവീണ പ്ലൂറലിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് തന്നെ കൊടുക്കുക. Take vigilantism if they saw a lady and man together by accusing immoral traffic. So അല്ല, if they see. കാര്യം എന്താ വെച്ചാൽ
അത് നമ്മൾ പറയാണ് നൗഡേയ്സ് എന്ന് കൊടുത്തു. അപ്പൊ തന്നെ അർത്ഥം എന്താ? ഈയിടെയായിട്ട് പ്രസന്റ് ടെൻസിലാ പറയാ, പ്രസന്റ് ഇൻഡെഫിനിറ്റിലാ പറയാ കേട്ടോ പ്രവീണ. സോ നൗഡേയ്സ് സം പീപ്പിൾ ടേക്ക് വിജിലൻറ്റിലിസം ഇഫ് ദേ സീ എ ലേഡി ആൻഡ് എ മാൻ, വുമൻ ആൻഡ് എ മാൻ കൊടുക്കുക together by accusing immoral traffic. Several sections of a society, including women, are disenfranchised the right to express in the political sphere. Yes, the company started to weed out some employees who are not active in their work. Okay, all captains face disenfranchisement in the social sector elections. Okay, ബാഡ്മിൻ്റൺ ഇസ് വിജിലൻറ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എല്ലാ സൂപ്പർ ഹീറോസും അതെ അല്ലേ, സെൽഫ് അപ്പോയിന്റഡ് ഗ്രൂപ്പ്സ്. നമ്മൾ മാർവൽ സീരീസിനെ മൊത്തം നമുക്ക് പറയാം ദേ ആർ ദ വിജിലൻറ്റ്, ദേ ആർ ഡൂയിങ് വിജിലൻറ്റിലിസം എന്ന് പറയാം. ദേ ആർ ദ സെൽഫ് അപ്പോയിന്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോർ ലോ എൻഫോഴ്സ്മെന്റ് അല്ലേ, വി കൻ സേ ദാറ്റ്. സൂപ്പർ ഹീറോസ് ഒക്കെ അതെന്ന് പറയാം. എന്തിന് എറ്റേണൽസ് ഇപ്പോൾ വരുന്ന എല്ലാത്തിനും എടുത്തോ, എറ്റേണൽസ് എടുത്തോ, ഏത് വേണോ എടുത്തോ, സാങ്ഷി എടുത്തോ, ഏത് വേണോ എടുത്തോ, എവ്രിബഡി ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ആൻഡ് ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു പറഞ്ഞത് നോക്കട്ടെ. Private companies weed out unbecoming employees. Yes, the supplier weeded out the inactive resellers from the WhatsApp group. Okay, Independent India enforced laws on voting rights to women and dissipated the disenfranchisement from India. Yes, he don't alla Ashwati, he doesn't know. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ he doesn't know what happened അല്ല, don't അല്ല പറഞ്ഞ didn't. He didn't know what happened, but the presiding officer and disenfranchised when he came in polling booth. Okay, disenfranchise ചെയ്തു ആരെ? ഡിസ്ഫ്രാഞ്ചൈസ് ചെയ്തു അവനെ ആണെങ്കിൽ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്തു അവനെ, ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്തു എന്ന് പറയാം കേട്ടോ. disenfranchised him when he came into polling booth. Came into ഇങ്ങോട്ടേക്ക് വന്നു. Okay, these years vigilantism is becoming more and more prominent, which are detrimental to safeguard law and order. Okay, we should weed out negative thinking from our life. Okay, great. He weeds out the antique piece as it is not suitable for that place. To that place alla, suitable for enna paraya, suitable for that place. No, suit to ennu parayilla, suitable for that place. Okay, but adjective ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്ന കാർത്തി, അതുകൊണ്ടാണ്. In an automation industry, unsuitable manpower weed out alla, unsuitable manpower weeds out from that sector. The fisherman, കാരണം manpower എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ഇതായിട്ടാണ് പറയുന്നത്, ഒരു തിങ് ആയിട്ടാണ് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് പവർ, എനർജി ആയിട്ട് പറയുന്നത്. Fishermen from Rameshwaram who entered into internal waters were caught up by Sri Lankan Coast Guard is now disenfranchised of their rights. Okay, I have to weed out my listeners, but sometimes I can't. Okay, great. The college union come up against alla, college union onnalle, appo parayan comes up against the management decisions on hike in fees. Okay, angane kodukka. Next set kude nokam, lay down innu korchu adhigam undu, adondane lay down enna vaakku. Lay down cheyannu പറഞ്ഞാൽ നമ്മൾ ഒരു ലോസ് ഒക്കെ lay down ചെയ്യാന്ന് പറയും അല്ലേ. ടെസ്റ്റ് lay down ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. lay down ന്റെ അർത്ഥം ഫോർമുലേറ്റ് ചെയ്യുക. ഈ ലേ ഓർമ്മയുണ്ടോ? ലൈ ഒക്കെ ഓർമ്മ ഉണ്ടാവുമായിരിക്കും അല്ലേ, ആ സംഭവമാണ് കേട്ടോ. ഇതിൽ എന്താ ലേ ഡൗൺ ചെയ്യാന്ന് പറയുന്നത് നോക്കിയേ, ലേ ഡൗൺ ഫോർമുലേറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സ്റ്റോപ്പ് യൂസിങ് സംതിങ്. രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുകയാണ്, ഒരു കാര്യം നമ്മൾ വെക്കുകയാണ്. സ്റ്റോപ്പ് യൂസിങ് സംതിങ് ഓർ പുട്ട് സംതിങ് ഡൗൺ എന്നുള്ള അർത്ഥമില്ല, പുട്ട് ചുമ്മാ അങ്ങ് വെക്കുക. സോ ലേ ഡൗണിന് സ്റ്റോപ്പ് യൂസിങ് സംതിങ് എന്നൊരു അർത്ഥമുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. രണ്ട് അർത്ഥമുണ്ട് കേട്ടോ ലേ ഡൗണിന്, ഓർത്ത് വെച്ചോളാം. ആൻഡ് അനദർ വൺ ഇസ് ലാറ്റിൻ ഫ്രേസ് ആണ്. ഈ ലാറ്റിൻ ഫ്രേസ് അല്ലെങ്കിൽ എന്താ പറയുക, ഫോറിൻ ഫ്രേസ് ആണ്. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ലാറ്റിൻ ഫ്രേസ് എന്ന വീഡിയോയിൽ. ലാറ്റിൻ ഫ്രേസിന്റെ മീനിങ് പേര് ഇതാണ്, സാങ്ക്ടം സാങ്ക്ടോറിയം. സാങ്ക്ടം സാങ്ക്ടോറം. സാങ്ക്ടം സാങ്ക്ടോറം എന്ന് പറഞ്ഞാൽ ഹോളി ഓഫ് ദ ഹോളീസ് എന്നാണ്, വിശുദ്ധരിൽ വിശുദ്ധമായ എന്നാണ് പറയുന്നത്. എന്നാണ് ഈ സാങ്ക്ടം സാങ്ക്ടോറം എന്ന് പറഞ്ഞ അർത്ഥം. സോ നമ്മൾ എസ്പെഷ്യലി എന്ത് പറയുമ്പോഴേക്കാ ഈ ടെമ്പിൾസിനെ പറ്റി പറയുമ്പോൾ, എനി റിലീജിയസ് ടെമ്പിൾസ് മേ ഇറ്റ് ബി ചേർച്ച് ടെമ്പിൾസ്, മോസ്ക്, അങ്ങനെയുള്ള എല്ലാ റിലീജിയസ് ഇതിനെ പറ്റി പറയുമ്പോഴൊക്കെ യു കോൾ ദാറ്റ് സാങ്ക്ടം സാങ്ക്ടോറം. അതാണ് കേട്ടോ ലാറ്റിൻ ഫ്രേസിന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ ഇസ് ജംപ് ഇൻ ടു ദ ഫ്രേ. ജംപ് ഇൻ ടു ദ ഫ്രേ എന്ന് പറഞ്ഞാൽ എൻറ്റർ ഇൻ ടു കോമ്പറ്റേറ്റീവ് എൻഡിവിയർ. എൻഡിവിയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതിലോട്ട്, ഒരു കോമ്പറ്റേറ്റീവ് കാര്യത്തിലോട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുകയാണ്, നിങ്ങൾ എൻട്രി ചെയ്യുകയാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ജംപ് ഇൻ ടു ദ ഫ്രേ. ഇഡിയം ആണ് കേട്ടോ, ഇറ്റ്സ് എൻ ഇഡിയം. ജംപ് ഇൻ ടു ദ ഫ്രേ എന്ന് പറഞ്ഞാൽ എൻറ്റർ ഇൻ ടു കോമ്പറ്റേറ്റീവ് എൻഡിവിയർ. ഓക്കെ, ഓർത്ത് വെച്ചോളാം.
And next one is cry foul. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്, ഇഡിയമാണ്. ക്രൈ ഫൗൾ എന്ന് പറഞ്ഞാൽ ക്ലെയിം ദാറ്റ് സംതിങ് ഇസ് ഡിസോണസ്റ്റ് ഓർ ഇല്ലീഗൽ. ഇത് ശരിയല്ല, ക്രൈ സംതിങ് ഇസ് ഫോൾ, യു ആർ ടെല്ലിംഗ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്, ഇറ്റ്സ് അൺജസ്റ്റ് എന്ന് പറയില്ലേ. സോ ദാറ്റ്സ് വാട്ട് ക്രൈ ഫോൾ മീൻസ്. ക്രൈ ഫോൾ മീൻസ് ക്ലെയിം ദാറ്റ് സംതിങ് ഇസ് ഡിസോണസ്റ്റ് ഓർ ഇല്ലീഗൽ. ഡിസോണസ്റ്റ് ആണ്, ഇല്ലീഗൽ ആണെന്ന് ക്ലെയിം ചെയ്യുക, അതിനെയാണ് ക്രൈ ഫോൾ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ. Many a man is killed by the political vigilantism. Yes, great. He faced disenfranchisement as he was expatriate. Okay. The movie JAIIB visualizes the harassments faced by a disenfranchised tribal group. Irregular. Yes, it is. Criminals should be weeded out from the society. Okay. Superstar Vijay came up against the petrol hike in the country. Yeah. It's high time we have to. Alla. അവിടെയാണ് ഏഞ്ചൽ പ്രശ്നം. ഇറ്റ്സ് ഹൈ ടൈം ടു കൂടെ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം എന്നറിയോ? ഇറ്റ്സ് ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ഇറ്റ്സ് ഹൈ ടൈം ടു കം അപ്പ് വിത്ത് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം എന്നറിയോ? ഇറ്റ്സ് ഹൈ ടൈം വി ഹാഡ് ടു കം അപ്പ് വിത്ത് എന്ന് കൊടുക്കുക. ഇറ്റ്സ് ഹൈ ടൈം വി ഹാഡ് ടു കം അപ്പ് അഗൈൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് കൊടുക്കുക. കാര്യം ഹൈ ടൈം എന്ന് പറയുന്നത് യൂസേജ് ഞാൻ പറഞ്ഞോളൂ, അതിലൂടെ V2 വരുള്ളൂ. വേറെ ക്ലോസ് ആണെങ്കിൽ അതിൽ V2 വരുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഹൈ ടൈം എന്ന് പറയുന്ന ഒരു ഇമാജിനറി കാര്യമാണ് കേട്ടോ നമ്മൾ പറയുക. സൂപ്പർഫ്ലോസ് അല്ല, എന്താ പറയുക, സബ്ജക്റ്റ് മൂഡാണ്. നമ്മൾ പറയാം അങ്ങനെ ചെയ്യേണ്ട കാര്യം അതിക്രമിച്ചു പോയിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ഹൈ ടൈമിൻ്റെ കൂടെ ഒന്നെങ്കിൽ ടു ഇൻഫിനിറ്റ് ഉപയോഗിക്കുക സെയിം ക്ലോസിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇറ്റ്സ് ഹൈ ടൈമിന് ശേഷം V2 യൂസ് ചെയ്യണം നെക്സ്റ്റ് ക്ലോസ് ആണെങ്കിൽ. ഇറ്റ്സ് ഹൈ ടൈം വി ഹാഡ് ടു എന്ന് കൊടുക്കണം. That's it, Angel. So it's important to weed out employees who are ineligible for the smooth running of a company. Okay, we must weed out the idea of self-doubt during exam preparation. Yes, very important that is. If government had ruled northern states, they would have showed vigilantism. Yes. Hi Srikala, good morning. Increasing the marriage age to 21 was a bill laid on under the report of JAIIB committee report. Yes. Widespread vigilantism and false voting caused disenfranchisement among Bengali voters. The election commission have to come up against and weed out the problem. Yes, it is. Great. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, lay down sanctum sanctorum, jump into the fray, cry foul. Okay, let's move to today's synonyms, antonyms, related words. അപ്പോൾ നോക്കിയേ, ഇന്നത്തെ ആദ്യത്തെ സിനോണിം നോക്കുക, അപ്രിഹെൻഷൻ. അപ്രിഹെൻഷൻ എന്ന വാക്കിന്റെ അർത്ഥം രണ്ടർത്ഥമുണ്ട്. ഒന്ന് നെഗറ്റീവാണ്, ഒന്ന് പോസിറ്റീവാണ്. നെഗറ്റീവ് അല്ല, ഇറ്റ്സ് നോട്ട് നെഗറ്റീവ്, ബട്ട് ഒരു എന്താ പറയുക, യു കെൻ സീ ദാറ്റ്. അപ്രിഹെൻഷൻ നൗൺ ആണ് കേട്ടോ. അർത്ഥം ആൻസൈറ്റി എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആൻസ്റ്റ്, അലാം എന്നൊക്കെയാണ് അർത്ഥം. അല്ലെങ്കിൽ വേറൊരു അർത്ഥമുണ്ട്, അണ്ടർസ്റ്റാൻഡിങ്, റിക്കഗ്നിഷൻ എന്നൊക്കെ പറയല്ലേ, റിയലൈസേഷൻ, റെക്കഗ്നിഷൻ, കോഗ്നിഷൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അണ്ടർസ്റ്റാൻഡിങ്, കോഗ്നിഷൻ, റിയലൈസേഷൻ എന്നൊക്കെ ഒരു അർത്ഥമാണ് വേറൊരു അർത്ഥമുള്ളത് അപ്രിഹെൻഷൻ. ടു മൈ അപ്രിഹെൻഷൻ, ഇറ്റ്സ് ഫോർ യുവർ അപ്രിഹെൻഷൻ, ഇറ്റ്സ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്, ഇറ്റ്സ് ഫോർ യുവർ കോഗ്നിഷൻ. കോംപ്രിഹെൻഷൻ മനസ്സിലാക്കുക, കോംപ്രിഹെൻഷൻ എന്നൊക്കെയാണ് ഇപ്പോൾ കോഗ്നിഷൻ, കോംപ്രിഹെൻഷൻ എന്ന അർത്ഥം, റിയലൈസേഷൻ എന്നൊക്കെ അർത്ഥമാണ് അപ്രിഹെൻഷനുള്ള വേറൊരു അർത്ഥം. അല്ലാതെ അർത്ഥം ഓർത്ത് വെച്ചോളൂ, ആൻസൈറ്റി, ആൻസ്റ്റ്, അലാം എന്നൊക്കെയാണ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കിയേ, കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. കൺസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടി കാണുക എന്നൊക്കെയല്ലേ, കൂടിക്കാഴ്ച എന്നൊക്കെയല്ലേ. സോ കൺസൾട്ടേഷൻ കൂടിക്കാഴ്ച. ഡിസ്കഷൻ, ഡയലോഗ്, മീറ്റിംഗ്, ഡിസ്കോഴ്സ് എന്നൊക്കെയാണ് കൺസൾട്ടേഷന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, ഡിസ്കോഴ്സ്, മീറ്റിംഗ്, ഡയലോഗ്, ഡിസ്കഷൻ എന്നൊക്കെയാണ് കൺസൾട്ടേഷന്റെ അർത്ഥം. ആൻഡ് ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എപ്പോഴും കൺസൾട്ടേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഡിസ്കോഴ്സ്, കൺസൾട്ടേഷൻ എന്നൊക്കെ വാക്ക്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി വാട്ട് ഈസ് കൺസൾട്ടേഷൻ എന്നുള്ള കാര്യം. ഓക്കെ. And another one is bogus. Bogus means adjective ആണ്. Fake ആയ ഒരു കാര്യമാണെങ്കിൽ you say it's a bogus one. That means it's a fake one. Spurious, false, fraudulent, sham എന്നൊക്കെ പറയും. Adjective ആണ് കേട്ടോ. ബോഗസിന്റെ മീനിങ് ആണ് fake, spurious, false, fraudulent, sham എന്നൊക്കെയാണ് ബോഗസ് എന്ന വാക്കിന്റെ അർത്ഥം. Okay, that's it. Vigilantism is a common evil found എന്ന് ഉദ്ദേശിക്കുന്നത് കാണപ്പെടുന്നത് എന്നാണെങ്കിൽ ഫൗണ്ട് ഇൻ മെനി പാർട്സ് ഓഫ് കേരള, പ്രൊപ്പഗേറ്റഡ് ബൈ മോറൽ പോലീസിംഗ് ഗ്രൂപ്പ് അല്ലേ, അങ്ങനെ വരണം നോഫൽ. ഐ ലേ ഡൗൺ മൊബൈൽ ഫോൺ ഡ്യൂറിങ് മൈ സ്റ്റഡി, മാറ്റിവെച്ചു എന്നല്ലേ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, മദർ മേരി, ദ സാങ്ക്ടം സാങ്ക്ടോറം ഇസ് വർഷിപ്ഡ് ദ മോസ്റ്റ് അമംഗ് ദി സെയിൻറ്റ്സ്. ഓക്കെ. Nowadays, political parties utilize old age people for
disenfranchisement. Yes. He behaved vigilantile hopping. Vigilante ആണോ ഉദ്ദേശിക്കുന്നത് ഓർ വിജിലന്റൈൽ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അവിടെ ഉദ്ദേശിച്ച മീനിങ് എനിക്ക് ക്ലിയർ ആയില്ലല്ലോ ബോണി. വിജിലന്റൈൽ എന്നൊരു വാക്കില്ല. ഒന്നെങ്കിൽ വിജിലന്റ്, അല്ലെ പിന്നെ വിജിലന്റ്, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് വിജിലന്റ് എന്ന് പറയും, അല്ലെങ്കിൽ വിജിലന്റിലിസം എന്ന് പറയാം. ഹോപ്പിംഗ് എ ഹീറോയിക് ഇമേജ് ഇൻ ദ കോളേജ് ബട്ട് അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഹി ബിഹേവ്ഡ് ആസ് എ വിജിലന്റെ, ഇങ്ങനെ കൊടുക്കുക. ഹി ബിഹേവ്ഡ് ആസ് എ വിജിലന്റെ ഹോപ്പിംഗ് എ ഹീറോയിക് ഇമേജ് ഇൻ ദ കോളേജ് ബട്ട് everything went worse and he was beaten heavily by the opposition. അങ്ങനെ കൊടുക്കട്ടെ ബോണി. The entrepreneurs have to jump into the fray to succeed in their business. Okay. Apprehension of the partner is a keystone in family life. Okay. Holding bogus voter identity cards must be prosecuted by law. Yes. Do not trust bogus people. Yes. From prominent leaders, B.S. Yediyurappa was weeded out of CM's position, which was subsequently assumed by Baswaraj Bommai. Yes. People always surrender themselves for the bogus promises. She came up against a team member who raised false complaints against her. Yes. Next one is laudable. 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 Positive meaning ആണ്. Laudable means praiseworthy. കൊള്ളാം, അടിപൊളി. അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, പ്രൈസ് അർഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, യു ക്യാൻ സേ ഇറ്റ് ആസ് ലോഡബിൾ. പ്രൈസ് വർത്തി, കമൻഡബിൾ, അഡ്മയറബിൾ, കൊള്ളാട്ടോ എന്ന് നമ്മൾ എടുത്ത് നല്ല കാര്യം പറയണമെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് ലോഡബിൾ എന്ന് പറയുവാണെങ്കിൽ ദാറ്റ് ഇസ് പ്രൈസ് വർത്തി, ഇറ്റ് ഇസ് കമൻഡബിൾ, അഡ്മയറബിൾ എന്നൊക്കെ പറയും. ഓക്കെ. ആൻഡ് ഗ്രേവ് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് ടൂം, നൗൺ പറയാറുണ്ട്. ടൂം നമ്മുടെ ശവ കുടീരം, പ്ലേസ് ഓഫ് ബറിയൽ, അതാണ് പറയാം അല്ലെ. അല്ലെങ്കിൽ സെയിം ബേസ് അവിടെ ഇങ്ങനെ ഒരു ടൂമിന് നമ്മൾ പറയുന്ന പേരാണ് സെപ്പൽക്കർ, ടൂം എന്നൊക്കെയാണ് നൗൺ. ഗ്രേവ് എന്നർത്ഥം കുഴിമാടം. ഓക്കെ. എന്നാ മരിച്ചിട്ട് ഇടുന്ന സ്ഥലമേ അവിടെ. എന്നാൽ അഡ്ജക്റ്റീവ് ഉണ്ട് ഗ്രേവ് എന്നുള്ള വേറെ മീനിങ് ആണ്. ഇറ്റ് മീൻസ് ഗ്രേവ് മീൻസ് സീരിയസ്. ദിസ് പ്രോബ്ലം ഇസ് ഗ്രേവ്, ദിസ് അർജന്റ്, സീരിയസ് കൺസേൺ, ഗ്രേവ് കൺസേൺ, സിവിയർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഓൾറൈറ്റ്. വെരി ബാഡ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഗ്രേവ് എന്ന് പറഞ്ഞാൽ വെരി ബാഡ്. വെരി ബാഡ്, വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വെരി ബാഡ്, ഗ്രേവ്, സീരിയസ്, അർജന്റ്, സിവിയർ എന്നൊക്കെയാണ് ഗ്രേവ് എന്ന വാക്കിന്റെ അർത്ഥം അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കേട്ടോ. ഓർത്ത് വെച്ചോണം. സോ ദാറ്റ്സ് ഇറ്റ്. Okay. His apprehension resulted him into trouble. Okay. Nowadays, resulted him into trouble പറയില്ല കാർത്തിക, ഇങ്ങനെ കൊടുക്കുക. His apprehension resulted in trouble എന്ന് കൊടുക്കുക. His apprehension resulted in trouble. Him ഒന്നും അവിടെ വേണ്ട. Resulted എന്തിന് റിസൾട്ടായി? ട്രബിളിന് റിസൾട്ടായി. That's it. Clear ആയി. Nowadays, parents and children have apprehension about the online education. Yes. Okay. The government had ruled the marriage of girls before 21 is cry for. Had ruled the marriage of girls before 21 is cry for. അങ്ങനെ വരില്ല. Government had ruled the marriage age of girls before 21 as, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഗവൺമെന്റ് ക്രൈ ഫോൾഡ് എന്ന് കൊടുക്കാം, അല്ലെ പീപ്പിൾ ക്രൈ ഫോൾഡ് എന്ന് കൊടുത്താൽ മതി. കോൾഡ് ആസ് ഡിസോണസ്റ്റ്, ഇല്ലീഗൽ എന്നൊക്കെ ആയിട്ട് ആണെങ്കിൽ അങ്ങനെ കൊടുക്കണം. ഇവിടെ ക്രൈ ഫോൾ ഉപയോഗിച്ചേക്കുന്ന യൂസേജ് തെറ്റാണ് കേട്ടോ. ക്ലിയർ ആക്കണമെന്ന്. പ്രസിഡന്റ് ഓൺ കൺസൾട്ടേഷൻ വിത്ത് ദ PM and Council of Ministers appointed the chairman of UPSC. Yes. Even though he is a demagogue, but that consultation made by him was laudable. ഈവൻ തോടുകൂടെ പിന്നെ ബട്ട് ഒരിക്കലും വരരുത് അശ്വതി. അപ്പൊ എന്ത് കൊടുക്കണം അറിയോ? ഈവൻ ദോ ഹീസ് എ ഡെമോഗോഗ്, യെറ്റ് ദാറ്റ് കൺസൾട്ടേഷൻ മെയ്ഡ് ബൈ ഹിം വാസ് ലോഡബിൾ. കേട്ടോ. ഓൾഡോട് കൂടെ അല്ലെങ്കിൽ ദോട് കൂടെ അല്ലെങ്കിൽ ഇവൻ്റോട് കൂടെ നമുക്ക് കൺജങ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കോമ ഉപയോഗിച്ചങ്ങ് വെറുതെ വിട്ടാൽ മതി, ഇല്ലെങ്കിൽ കൺജങ്ഷൻ ഉപയോഗിച്ചോ. ആ കൺജങ്ഷൻ എന്തായിരിക്കണം? യെറ്റ് മാത്രം ആകാവുള്ളൂ. നെവർ എവർ യൂസ് ബട്ട് വിത്ത് ദാറ്റ്. കേട്ടോ, ഓർത്ത് വെച്ചോ. അതൊരു കോറിലേറ്റീവ് ആണ്. ദോട് കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ദോ അല്ലെങ്കിൽ ഈവൻ ദോട് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ വി യൂസ് യെറ്റ് ഓൺലി. യെറ്റ് മാത്രം ഉപയോഗിക്കാവുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഇതാണ്. മാർക്ക് പോയില്ലെങ്കിൽ മാർക്ക് പോകും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. കോമ്പറ്റീവ് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ഓക്കെ. ആൻഡ് ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് സെറ്റ്. അണ്ടർസ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ
അണ്ടർലൈൻ ചെയ്യുക അല്ലേ, അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് സംതിങ് ഇമ്പോർട്ടൻ്റ് അല്ലേ, ഹൈലൈറ്റ്, എംഫസൈസ് ഓർ സ്ട്രെസ് എന്നാണ് അർത്ഥം, അണ്ടർസ്കോർ ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, ഓർത്ത് നോക്കുക. യുനാനിമസ്ലി അറിയാം, ഏകകണ്ഠമായിട്ട് ഒറ്റ സ്വരത്തിൽ, ദാറ്റ്സ് ഇറ്റ്. വിതൗട്ട് ഒപ്പോസിഷൻ, യുനാനിമസ്ലി, സോറി അഡ്വേർബ് എന്ന് എഴുതാൻ വന്നാണ് പക്ഷെ മാറിപ്പോയെ, ഐ എം സോ സോറി ഫോർ ദാറ്റ്. അഡ്വേർബ് ആണിത്. യുനാനിമസ്ലി ഇസ് ആൻ അഡ്വേർബ്. അഡ്വേർബ് പറയുമ്പോൾ അറിയാലോ, യുനാനിമസ്ലി ഒരു കാര്യം ചെയ്ത് യുനാനിമസ്ലി ആണ് എന്ന് പറയുമ്പോൾ യുനാനിമസ്ലി മീൻസ് വിതൗട്ട് ഒപ്പോസിഷൻ, ആരും എതിർത്തിട്ടില്ല, എല്ലാവരും ഏകകണ്ഠമായിട്ട്, വിത്ത് വൺ അക്കോർഡ്, ഒറ്റ ആളായിട്ട് പറയുന്നു, ഒറ്റ അഗ്രിമെന്റിൽ എല്ലാവരുടെ കൂടി പറയുന്നു. ദാറ്റ്സ് ഇറ്റ്, യുനാനിമസ്ലി. യുനാനിമസ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്, യുനാനിമസ്ലി എന്ന് പറയുമ്പോൾ അഡ്വേർബ് ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ് കേട്ടോ. ആൻഡ് മാൻഡേറ്ററി അഡ്ജക്റ്റീവ് ആണ്, ഒബ്ലിഗേറ്ററി, കമ്പൽസറി, ബൈൻഡിങ് എന്നൊക്കെയാണ് അർത്ഥം. അല്ലെങ്കിൽ എസെൻഷ്യൽ, നെസസറി എന്നൊക്കെ നമുക്ക് പറയാം, ഒരു പ്രശ്നവുമില്ല. കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുവാണെങ്കിൽ ഒബ്ലിഗേറ്ററി ആണ്, ഉറപ്പായിട്ടും ചെയ്യേണ്ട, ഇറ്റ്സ് യുവർ ഒബ്ലിഗേഷൻ ടു ഡു ദാറ്റ്, ഇറ്റ്സ് ഒബ്ലിഗേറ്ററി, യു ഹാവ് ടു ഡു ദാറ്റ്, യു മസ്റ്റ് ഡു ദാറ്റ് എന്നാണ്. കമ്പൽസറി. ബൈൻഡിങ് ആണ്, ബൈൻഡിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, മാൻഡേറ്ററി എന്നൊരർത്ഥം ഓർത്ത് വെച്ചോളേ. ആൻഡ് Manu felt apprehension throughout the consultation with superiors as he had bogus work reports. Okay, Rafael airplane deal was cried foul by the opposition. Okay, while considering Mullaperiyar issue, people are very apprehensive. Yeah, we have to think twice before sharing any message because it may be bogus one. Yes, it is. Her presentation in front of CEO is laudable. Yes, the lawyer claimed that his act was completely cry foul. അവിടെ ക്രൈഫോൾ എന്ന് പറയുന്നത് ഇഡിയമായിട്ടല്ലോ കാർത്തിക യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ കൊടുക്കുക, ദ ലോയർ ക്രൈഡ് ഫോൾ ദാറ്റ് ഹിസ് ആക്ട് വാസ് കംപ്ലീറ്റ്ലി, ഇങ്ങനെ കൊടുത്താൽ കംപ്ലീറ്റ്ലി സംതിങ് എന്തെങ്കിലും കൊടുക്കുക. ക്രൈഫോൾ എന്ന് പറഞ്ഞാൽ ക്ലെയിം ദാറ്റ് ഹിസ് ക്രൈഫോൾഡ് ഹിസ് ആക്ഷൻ എന്ന് കൊടുത്താൽ മതി. ക്രൈഫോൾഡ് ഹിസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഇതാണ്, ഡിസോണസ്റ്റ് ആക്ഷൻ ആണെന്നാണ് അർത്ഥം. പിന്നെ അവിടെ അങ്ങനെ തിരിച്ചു കൊടുക്കണ്ട. ക്രൈഫോൾ എന്ന് പറയുന്നത് ഒരു ഇഡിയമാറ്റിക് യൂസേജ് ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇഡിയം, അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും, അത് എങ്ങനെ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളതെന്ന് ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് അത് യൂസ് ചെയ്യണം. ഇഡിയമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇച്ചിരി തെറ്റാറുണ്ടെന്ന് യൂസ് ചെയ്ത് നോക്കുക. സെൻഡ് പ്ലാൻസ്, പിന്നെ ഇഡിയം വെച്ച് യൂസ് ചെയ്ത് പഠിക്കണ്ട, ബിക്കോസ് ഇഡിയം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും റൈറ്റിംഗിൽ, ഫോമൽ റൈറ്റിംഗിൽ ഇഡിയംസ് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇഡിയംസ് യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ മീനിങ് കിട്ടാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. സെന്റൻസ് യൂസ് ചെയ്ത് പഠിച്ചിട്ട് സെന്റൻസ് ഒരിക്കലും ഉപയോഗിക്കരുത് റൈറ്റിംഗിൽ കേട്ടോ, ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കരുത്. സെൻഡ് പ്ലാൻസ് ടു ലേ ഡൗൺ എ ബിൽ ടു ലിങ്ക് ആധാർ വിത്ത് വോട്ടേഴ്സ് ID cards during ongoing parliamentary session. Yes, bogus politicians are a grave problem which leads to vigilantism to an extent. Yeah, unemployment is one of the gravest problems that our country faces now. All characters in the play is very laudable. Okay, the emergency announced in 1975 was an evident case of unconsulted decision taken by Indira Gandhi. Okay, nowadays government rolls out data of malnutrition of children that makes apprehension to all. Okay, the condition of COVID was too grave to explain. To explain. Adha anga cut ചെയ്തു കളയണേ സജിനി. Okay, the security issues arising from climate changes are creating a lot of apprehensions and need an immediate consultation of the world leaders. Yes, her hard work made her to achieve the goals is laudable. Okay, അങ്ങനെ മെയ്ഡ് ഹെയർ എന്ന് കൊടുക്കണ്ട, ഇങ്ങനെ കൊടുത്താൽ മതി. അശ്വതി അതിനൊന്ന് തിരുത്തി എഴുതാം നമുക്ക്. ബട്ട് ഹാർഡ് വർക്ക് ടു അച്ചീവ് ദ ഗോൾസ് ഈസ് ലോഡബിൾ. ഹർ ഹാർഡ് വർക്ക് ടു അച്ചീവ് ദ ഗോൾസ് ഈസ് ലോഡബിൾ എന്ന് കൊടുക്കുക. When after a cold fight, their relation was in grave. Okay, ഇൻ ഗ്രേവ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗ്രേവ് നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഇൻ ടൂം എന്നാണോ ഉദ്ദേശിച്ചേക്കുന്നത് കാർത്തിക? അല്ലെങ്കിൽ റിലേഷൻ വാസ് ഗ്രേവ് എന്ന് കൊടുത്താൽ അഡ്ജക്റ്റീവ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻ ടൂം എന്നാണ് കൊടുക്കുന്നതെങ്കിൽ യൂസേജ് മാറി, അതാണ്. ഡോണ്ട് ബിലീവ് ദ ബോഗസ് ന്യൂസ്. ബോഗസ് ബിഹേവിയർ സെപ്പറേറ്റഡ് ഹിം ഫ്രം ഹിസ് സ്പോസ്. ഓക്കെ, പഞ്ചാബ് യൂത്ത് എന്ന് പറയുമോ? ഇങ്ങനെ കൊടുക്കുക, പഞ്ചാബ് യൂത്ത് ഫ്രണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പിനെ പറ്റിയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു യൂത്ത് എന്ന് നമ്മൾ പറയില്ല, യൂത്ത് ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ പറയുമ്പോഴേ പറയാം. ബ്രൂട്ടലി മേർഡേഡ് ഫോർ ടാമ്പറിംഗ് സാങ്ക്ടം ഓഫ് ഗോൾഡൻ ടെമ്പിൾ. അതാണ് നമ്മുടെ പ്രശ്നം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇന്നുള്ളത് കേട്ടോ. ഷി മെയ്ഡ് എ ബോഗസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹിം. ഹിസ്റ്ററി ഓൾവേസ് റിമെമ്പേഴ്സ് ദം ഹു ഹാവ് മെയ്ഡ് ലോഡബിൾ കോൺട്രിബ്യൂഷൻ ടു ദി സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം എന്നറിയോ? ഹിസ്റ്ററി ഓൾവേസ് റിമെമ്പേഴ്സ് ദം ആസ് ദ വൺസ് ഹു ഹാവ് മെയ്ഡ് ലോഡബിൾ കോൺട്രിബ്യൂഷൻസ് ടു ദി സൊസൈറ്റി എന്ന് കൊടുക്കുക കേട്ടോ. The political parties always underscore all their
developmental activities during the election campaigning. Okay. Reliance Industries has jumped into the fray, investing 75,000 crore in setting up gigafactories that produce green hydrogen batteries and fuel cells. Okay. അതെ മാൻഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്യുക. യെസ് മാൻഡേറ്റ് വേർബാണ്, ബട്ട് മാൻഡേറ്ററി അഡ്ജക്റ്റീവ് ആണ്, അതാണ് വ്യത്യാസം. അതെ കേട്ടോ പ്രവീണ, മാൻഡേറ്റും റിലേറ്റഡ് ആണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ്. ഇന്നാളെ നമ്മൾ പറഞ്ഞാണ് വേർബും മറ്റേത് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. Many people have used bogus means to achieve success. The jury took the decision unanimously. Okay. The law given by Supreme Court is mandatory to all the courts. Okay. His sudden response to the disaster is laudable. Don't ditch his grave, leave his soul free. Okay. Though he is a man of straw, his speech in the ceremony was laudable. Okay. While announcing the result, there was a underscoring allo. അവിടെ അണ്ടർസ്കോറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അണ്ടർസ്കോറിംഗ് എന്ന് പറയില്ല, ബിക്കോസ് അണ്ടർസ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബാണ്, നൗണായിട്ട് ഉപയോഗിക്കരുത്. ഇപ്പം എന്ത് കൊടുക്കുക, യമൻ അതിന് ചേർത്തും തിരുത്തി എഴുതാം. വൈൽ അനൗൺസിംഗ് ദ റിസൾട്ട് ദർ വാസ് എൻ അണ്ടർസ്കോറിംഗ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ യുനാനിമസ് വിക്ടറി. ദർ വാസ് എൻ അണ്ടർസ്കോറിംഗ് സ്റ്റേറ്റ്മെന്റ്. അണ്ടർസ്കോറിംഗ് സൗണ്ട് ആണ്, കണ്ടോ, സൗണ്ട് ആണ്. അപ്പൊ അതിന്റെ കൂടെ വരുവാണെങ്കിൽ എന്ത് വരണം, ആനെ വരാൻ പാടില്ല കേട്ടോ വരുവാണെങ്കിൽ. അടുത്ത വാക്ക് പ്രെസ്ക്രൈബ്. പ്രെസ്ക്രൈബ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം, പ്രെസ്ക്രിപ്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പ്രെസ്ക്രൈബും മറന്നു പോയില്ലല്ലോ അല്ലെ. പ്രെസ്ക്രൈബിന്റെ കൂടെ നമ്മൾ പറഞ്ഞാണ് പ്രോസ്ക്രൈബ് എന്ന വാക്ക് ഓർത്ത് വെച്ചോണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാൻ ചെയ്യുക. ഓക്കെ, ഓർ ബാൻ എന്നുള്ള വാക്ക്. ആൻഡ് പ്രിസ്ക്രൈബ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടായിരിക്കണം പ്രിസ്ക്രിപ്ഷൻ അല്ലെ. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടറുടെ അഡ്വൈസ്, ഓതറൈസേഷൻ, പ്രിസ്ക്രിപ്ഷൻ നൗണ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. അഡ്വൈസ്, ഓതറൈസ്, സ്റ്റിപ്പുലേറ്റ്, സ്പെസിഫൈ അല്ലെ. സ്റ്റിപ്പുലേറ്റിന്റെ അർത്ഥം എന്താ, സ്പെസിഫൈ. ഇന്നലെ ഞാൻ പറഞ്ഞു സ്റ്റിമുലേറ്റ് ചെയ്യുക ആൻഡ് സ്റ്റിപ്പുലേറ്റ് ചെയ്യുക രണ്ടാണ്. ഇന്നലെ പറഞ്ഞാണ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് പ്രിസ്ക്രൈബ്ഡ്. അടുത്ത വാക്കാണ് പെർമിസിബിൾ. പെർമിസിബിൾ എന്ന വാക്ക് പെർമിഷനുമായിട്ട് റിലേറ്റഡ് ആണ്. കേട്ടിട്ടുണ്ടേ, പെർമിഷൻ തന്നിട്ടുള്ള സാധനത്തിന് പെർമിസിബിൾ ആണെന്ന് അർത്ഥം. പെർമിഷൻ നൗൺ ആണല്ലോ, അതിൽ നിന്നാണ് ഈ അഡ്ജക്റ്റീവ് വന്നത് പെർമിസിബിൾ. പെർമിസിബിൾ എന്ന് പറഞ്ഞാൽ പെർമിറ്റഡ് ആണ്, അലൗഡ് ആണ്, അലൗവബിൾ ആണ്, അക്സെപ്റ്റബിൾ ആണ്, പെർമിറ്റഡ് ആണ് എന്നൊക്കെയാണ് അർത്ഥം. പെർമിസിബിൾ എന്ന വാക്കിന്റെ അർത്ഥം ഓർത്ത് വെച്ചോണം കേട്ടോ. റിലേറ്റഡ് വേർഡ് ആണ്, ഓർത്ത് വെക്കോളാം കേട്ടോ. ഓക്കെ. It is mandatory for testing RT-PCR test to those who are coming from abroad. Those who are coming from abroad. അവിടെ ഉപയോഗിക്കാം. Many foreign countries gave laudable feedbacks about the health missions of Kerala during the pandemic. Pandemic. Good morning, Agna. Unanimously children decide. അങ്ങനെ കൊടുക്കരുത്. അവിടെ യുനാനിമസ്ലി തുടക്കത്തിൽ കൊടുക്കരുത് കേട്ടോ കാർത്തിക്, ഒന്ന് തിരുത്തിക്കോ. Children decided to share money for buying a cricket ball unanimously. അവസാനമാണ് കൊണ്ട് കൊടുക്കേണ്ടത് കേട്ടോ. Children decided to share money for buying a cricket ball unanimously. The CM underscored the advantage of K-Rail in the consultation. Yes, the law prescribes a minimum marriageable age to curb the menace of child marriage. Okay. Our English teacher always underscored the importance of reading the editorial of the Hindu newspaper in developing vocabulary and writing skills. Okay, Justin, thank you. That's great. As he unanimously won the college election, there is no need for this much arrogance. Yes, very good. The decision was unanimously, spelling is Radhikana Agna, unanimously passed by the board of directors. Okay. Louis Hamilton jumps into the fray during his F1 title battles. Yes. Kartika, the teacher underscored important points for the exam. Okay, great. President is prescribed by the Supreme Court by Article 143 എന്ന് പറയില്ല, under Article 143. Okay, ഇങ്ങനെ കൊടുക്കണേ. The President is prescribed by the Supreme Court. ആരാണ്? സുപ്രീം കോർട്ട് ആണ്, ഏജന്റ് ആണ്. ബൈ അല്ല, under Article 143. 143യുടെ താഴെയാണ് അല്ലെ, കീഴിലാണെന്ന് പറയാം. HC underscore importance. HCA underscore അല്ല, HCA underscores importance to English language. കേട്ടോ. Law passed unanimously. Yes. Government unanimously amended the bill yesterday as the result did Parliament underscore. ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ടല്ലോ ഹരി. Government unanimously amended the bill yesterday as a result did Parliament. As a result did അല്ല, അവിടെ ഒരു ചെറിയ എന്തോ ഒരു വ്യത്യാസം. എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. ആ ഡിഡ് മുതൽ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആസ് ദ റിസൾട്ട് എന്താണ് പറ്റിയേ, ഡിഡ് അല്ല വേണ്ട, അത് വേറെ എന്തോ ഉണ്ട് കേട്ടോ. Emphasizing key point is very helpful for revision. Okay, the physician prescribed medicines to the patients. Okay, parking is permissible in the zone. Owing to apprehension over the high price of cooking oils,
The government has curtailed the basic customs duty on refined palm oil. Yes, Mohanlal became the president of AMA unanimously. Okay, the acceptable government rules are unanimously obeyed. Okay. അവിടെ ചെറിയ വ്യത്യാസമില്ല. The acceptable government rules are obeyed by the people. Are obeyed by the people. കാര്യം obey എന്ന് കൊടുത്ത് അവിടെ are obeyed കൊടുത്തേക്കുന്നത് എന്തുകൊണ്ടാ? പാസീവ് ആയതുകൊണ്ട്. അപ്പോൾ ആർ ഒബൈഡ് ബൈ ദ പീപ്പിൾ യുനാനിമസ്ലി അങ്ങനെ കൊടുക്കണം. ദ അക്സെപ്റ്റബിൾ ഗവൺമെന്റ് റൂൾസ് ആർ ഒബൈഡ് ബൈ ദ പീപ്പിൾ യുനാനിമസ്ലി. അവിടെയാണ് യുനാനിമസ്ലി വേണ്ട കേട്ടോ. ദ മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ദെയർ മാൻഡേറ്ററി റൂൾസ് ടു ദെയർ എംപ്ലോയീസ്. ഗ്രേറ്റ്. ഓക്കെ, അടുത്ത സെറ്റ് നോക്കാം. ഇൻറ്റിമേറ്റ്. ഇൻറ്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ ഇൻറ്റിമേറ്റ്. ഇൻറ്റിമേറ്റ് വേർബായിട്ട് ഉപയോഗിക്കും, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും, നൗൺ ആയിട്ട് ഉപയോഗിക്കും. ഇൻറ്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോളെ, ഇൻറ്റിമേറ്റ് ചെയ്യുന്ന വേർബിന്റെ അർത്ഥം അനൗൺസ് ചെയ്യാം. അനൗൺസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ അർത്ഥമുണ്ട്, ഹിന്റ് ചെയ്യാം, ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, ഡിക്ലെയർ ഇൻഡയറക്ട്ലി ഓർ ഡിക്ലെയർ ഇൻഡയറക്ട്ലി. ഇൻറ്റിമേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. പല അർത്ഥങ്ങളുണ്ട് ഇതിനെന്നാണ് പറയുന്നത്. ഹിന്റ് ചെയ്യുക, പറയാതെ പറയുക, അല്ലെങ്കിൽ ഡിക്ലെയർ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക, അനൗൺസ് ചെയ്യുക. പിന്നെ നൗൺ അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ ക്ലോസ്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്, ഇൻറ്റിമേറ്റ് തിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ക്ലോസ് തിങ്സ്, പേഴ്സണൽ എന്നൊക്കെയാണ് അർത്ഥം. ആൻഡ് ഇൻറ്റിമേറ്റ് എന്ന് പറയുമ്പോൾ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നൗൺ ആണ് ഇത്. നൗൺ ആയിട്ട് കോൺഫിഡൻറ്റ്. കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ the person with whom you share all your secrets, your close friend. ക്ലോസ് ഫ്രണ്ട് ആണ് ഇൻറ്റിമേറ്റ് ഫ്രണ്ടിലെ, അതിനെയാണ് ഇൻറ്റിമേറ്റ് എന്ന നൗണും നമുക്ക് പറയാം. ഇൻറ്റിമേറ്റ് എന്ന നൗൺ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, വേർബ് ഉണ്ട്, ഓർത്ത് വെച്ചോണേ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡീം. ഡീം എന്ന് പറഞ്ഞാൽ കൺസിഡർ, ജഡ്ജ്, റിഗാർഡ്, അജഡ്ജ് എന്നൊക്കെ അർത്ഥം. ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ വിലയിരുത്തുക അല്ലേ. അതുപോലെ അജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സെയിം തിങ്. അജഡ്ജ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനെ വിലയിരുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ഇതനുസരിച്ച് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് അർത്ഥം. ഡീം എന്നുള്ള അർത്ഥം. കൺസിഡർ ചെയ്യുക, റിഗാർഡ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ആൻഡ് ഓക്കെ, ഡിസ്മെൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഡിഞ്ചി, ഗ്ലൂമി ഇന്നലെ പറഞ്ഞ വാക്ക് തന്നെയാണ്. ഗ്ലം, മോൺഫുൾ, ഡിം എന്നൊക്കെയുള്ളതാണ്. ഓക്കെ, ആൻഡ് അത് ഇന്നലെ പറഞ്ഞ വാക്കാണ്. സോ ഇന്ന് അൾട്ടീരിയർ എന്ന വാക്ക് ഓർത്ത് നോക്കുക. അൾട്ടീരിയർ എന്ന വാക്ക് ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. അത് ലാറ്റിൻ അഡ്ജക്റ്റീവ് ആണ്. അതിൻ്റെ മീനിങ് ഇതാണ്, ഹിഡൻ. അൾട്ടീരിയർ, അൾട്ടീരിയർ അജൻഡം, അൾട്ടീരിയർ അജൻഡ, അല്ലെങ്കിൽ അൾട്ടീരിയർ മോട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ ഹിഡൻ അജൻഡ, സെക്കൻഡറി, അണ്ടർലൈൻ, എന്തോ ഉണ്ട് ഇതിന്, എന്തോ ഒരു കുടുക്കുണ്ടല്ലോ എന്ന് നമ്മൾ പറയില്ല. ദാറ്റ് ഇസ് അൾട്ടീരിയർ. അൺറിവീൽഡ്, സീക്രട്ട് ആയിട്ടുള്ള എന്തെങ്കിലും, അതിനെയാണ് അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ അൾട്ടീരിയർ എന്ന വാക്കിൻ്റെ അർത്ഥം. സീക്രട്ട് ആയിട്ടുള്ള, അൺറിവീൽഡ് ആയിട്ടുള്ളത്, കൺസീൽഡ് ആയിട്ടുള്ളതെന്നൊക്കെ അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനി നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ് നൗണ്. ഇൻസ്പെക്ഷൻ, എക്സാമിനേഷൻ, സർവേ, ഇൻവെസ്റ്റിഗേഷൻ, പെറൂസൽ എന്നൊക്കെയാണ് സ്ക്രൂട്ടിനിൻ്റെ അർത്ഥം. എക്സാമിനേഷൻ, സ്ക്രൂട്ടനൈസ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക അല്ലേ. എക്സാമിനേഷൻ, അപ്പം ഇൻസ്പെക്ഷൻ, സർവേ, ഇൻവെസ്റ്റിഗേഷൻ, പെറൂസൽ എന്നൊക്കെയാണ് സ്ക്രൂട്ടിനി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ദ ബിൽ ഹാഡ് പാസ് യുനാനിമസ്ലി ഇൻ ദ പാർലമെന്റ്. ഓക്കെ, recent murder in Trivandrum city, cry foul of tinkering prima facie evidences. Evidences, siji, plural undo evidences inu illa, because it's an uncountable noun. Do not never ever say that. ഒരിക്കലും പറയരുത് do not say that or never ever say evidences. ഇല്ല, evidence എന്ന് മാത്രമേ ഉള്ളൂ. It's an uncountable noun and അതിൻ്റെ കൂടെ singular verb ഉപയോഗിക്കാവുള്ളൂ. Okay, you are restricted only to permissible area. You are restricted only to the permitted area. Okay, fine. അല്ലെങ്കിൽ you are restricted only to എന്ന് പറയണ്ട, ഇങ്ങനെ കൊടുത്താൽ you are only allowed to, ഇങ്ങനെ കൊടുത്താൽ you are allowed only to, ഇവിടം വരെ നീ എന്നെ അലൗ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. യു ആർ ഓൺലി അലൗഡ് ടു എന്ന് കൊടുക്കാം. ഹയർ ക്വാളിഫിക്കേഷൻ ഇസ് മാൻഡേറ്ററി ഫോർ അപ്ലൈയിങ് ദ പോസ്റ്റ് ഓഫ് മാനേജർ. ഫോർ അപ്ലൈയിങ് ദ പോസ്റ്റ്, ഫോർ അപ്ലൈയിങ് ദ പോസ്റ്റ് അല്ല, ഫോർ അപ്ലൈയിങ് ടു ദി പോസ്റ്റ് എന്നാ പറയാം. സോറി, അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഓഫ് മാനേജർ. ദ മാൾട്ട ഗവൺമെന്റ് പെർമിറ്റഡ് ടു നർച്ചർ maximum 4 numbers of marijuana plants in one's home. Okay, all students are permissible. Okay, her intimate friend died in an accident yesterday. Okay, even though his character is not up to the mark, yet it is permissible by her. Okay, prompt measures taken by government during the pandemic was laudable.
My intimate friend is flying abroad, leaving me behind. Okay. You must deem your... Be happy for her. Okay, Siji? Be happy for her. Let her fly. Okay. You must deem your grandparents. Okay. Consider. Okay. It is a laudable act to come up against bogus activities and cry for. Okay. I'm back after... Oh, yes, Masman. എവിടെയായിരുന്നു കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. Okay. The Muslim League claims that the new bill is having some ulterior agenda. Okay. Yes. The case requires close scrutiny. Yes. Defense missions are always ulterior in nature. Okay. State government is permissible viable mode of study of controlling virus spread among students. Okay. ഈസ് പെർമിസിബിൾ എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുള്ളൂ. പെർമിറ്റഡ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് സൗമ്യ യൂസ് ചെയ്തതെങ്കിൽ അത് തെറ്റാണ്. പെർമിറ്റ് ചെയ്യുക എന്നുള്ള വേർബിന്റെ അഡ്ജക്റ്റീവാണ് പെർമിസിബിൾ. അപ്പൊ അതിനെ വേർബായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ. പെർമിസിബിൾ അഡ്ജക്റ്റീവായിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. ഇന്ന് കുറച്ച് അധികം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ലെറ്റ്സ് മൂവ് ഫാസ്റ്റ്. സാക്രിലജ് വൺ വേർഡ് ആയിട്ട് ഒരുപാട് തവണ, വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു വാക്കാണ് സാക്രിലജ് എന്ന്. വൺ വേർഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടുള്ള വാക്കാണ് കേട്ടോ. സാക്രിലജിന്റെ മീനിങ് ഇതാണ്: ഡെസെക്രേഷൻ. സെക്രേഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിച്ചോ? സേക്രഡ് ആയ ഒരു കാര്യത്തിനെ നമ്മൾ അവഗണിക്കുകയാണ്. മനസ്സിലായോ? അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്റെസ്പെക്റ്റ് ആണ്. ഡിസ്റെസ്പെക്ട് സേക്രഡ് തിങ്സ്. മനസ്സിലായോ? അതിനെയാണ് സാക്രിലജ് എന്ന് പറയാം. ഡിസ്റെസ്പെക്റ്റിംഗ് സേക്രഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു. സേക്രഡ് കസ്റ്റംസ് ഓർ സേക്രഡ് തിങ്സ്, മാറ്റേഴ്സ് കൊടുക്കാം. സേക്രഡ് മാറ്റേഴ്സ്, അതിനെയാണ് ഡിസെക്രേഷൻ എന്ന് പറയാം. സാക്രിലജ് സെയിം വേ. പ്രൊഫാനിറ്റി, ബ്ലാസ്ഫെമി, ഇംപയറ്റി. നമ്മൾ ഇറവറൻസ് കാണിക്കുകയാണ്. റെവറൻസ് റെസ്പെക്ട് കാണിക്കാതിരിക്കുക, അതിനെയാണ് ഡിസെക്രേഷൻ. പ്രൊഫാനിറ്റി, ബ്ലാസ്ഫെമി, ഇംപയറ്റി. ഇറ്റ്സ് റിലേറ്റഡ് ടു റിലിജൻ, സെക്രഡ് ആയിട്ട് വിശുദ്ധമായ കാര്യങ്ങൾ, അത് റിലേറ്റഡ് സാക്രിലജ്. ഓക്കെ, സോ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി അടുത്ത വാക്ക് എന്താണ്? ഓക്കെ, the state government is permissible, അത് പറഞ്ഞല്ലേ. ഓക്കെ, അടുത്തത് even after a lot of struggle his act was dismissed. Okay, she was betrayed by his ulterior behavior for she believed him blindly. Okay, that's it. One must always beware of the ulterior intentions of one's adversaries. Okay, basement of anti-corruption movement is close scrutiny. Okay, is under close scrutiny അല്ലേ? is under investigation. investigation എന്നുള്ള മീനിങ്ങിലാണ് വരുന്നതെങ്കിൽ under കൊടുക്കണം കേട്ടോ പ്രവീണ. There are many laws which deem to protect the rights of women. Yes, everyone in the company is busy since there is scrutiny next day. Okay, I scrutinize my thesis before submitting. Okay, great. The ulterior agenda behind Mullaperiyar issue is to be scrutinized. Okay, scrutinize spelling ഒന്ന് ശ്രദ്ധിക്കണേ പ്രവീണ. The Wuthering Heights അല്ലല്ലോ അഗ്ന. Literature, The Wuthering Heights of Emily Bronte is set in a dismal background and it is a gothic novel portraying themes of horror and romance. വായിച്ചിട്ടുണ്ടോ? വളരെ ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യില്ലേ? വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂഡൊക്കെ അങ്ങ് ഖറാവാവും. I feel it every time when I read it. The doctor prescribed the patient to do physiotherapy instead of taking medicine. The PM underscored the need of practicing yoga on daily basis as it imparts wellness. Okay. Ulterior scrutiny of team is for preventing the culprit from knowing about direction of the investigation. Okay. All right. Sacred profane. Adinte opposite ആണ് sacrilege. Okay. Yeah. Okay. And then there is an ulterior agenda. There is an ulterior agenda അല്ല കേട്ടോ. KPSC കേരള PSC തുളസി. ദർ ഈസ് ആൻ അൾട്ടീരിയർ അജണ്ടം ആണ്. ഒന്നല്ലേ എങ്കിൽ, ഒന്നാണെങ്കിൽ ദാ ആൻ അജണ്ടം കൊടുക്കണം. അജണ്ട എന്താണ്? പ്ലൂറൽ ആണ് കേട്ടോ. അജണ്ട പ്ലൂറൽ ആണ്, അജണ്ടം സിംഗുലർ ആണ്. അത് മറന്നു പോകരുത് കേട്ടോ. അജണ്ടം പ്ലൂറൽ ആണ്, അജണ്ടം സിംഗുലർ ആണ് കേട്ടോ. സിംഗുലറിൻ്റെ കൂടെ മാത്രമേ ആൻ നമ്മൾ ഉപയോഗിക്കുള്ളൂ. പിന്നെ എല്ലാവരും എടുത്ത് പറയാം, നമ്മൾ റൈറ്റിങ്ങിലൊക്കെ ഡേറ്റ എന്ന് ഉപയോഗിക്കുന്നത് പ്ലൂറൽ സെൻസിൽ ഉപയോഗിക്കാം. ഡേറ്റ നമുക്ക് സിംഗുലറിനും പ്ലൂറലിനും ഉപയോഗിക്കാം. പക്ഷേ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, കോമ്പറ്റീവ് എക്സാമിൽ ചോദിക്കുമ്പോൾ
ഡേറ്റം ആണ് സിംഗുലർ, അത് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. കോമ്പറ്റീവ് എക്സാം വൺ വേർഡ് അല്ല ഒബ്ജക്റ്റീവിൽ ചോദിക്കുമ്പോൾ ഡേറ്റ പ്ലൂറലുമാണ്. അതുപോലെ മീഡിയം. പക്ഷെ എഴുതുമ്പോൾ നമുക്കതിനെ ഈ പറയുന്ന എഴുതുമ്പോൾ ഡേറ്റ പ്ലൂറലായിട്ടും എഴുതും, നമ്മൾ സിംഗുലർ ആയിട്ടും എഴുതും. ബിക്കോസ് ഇറ്റ് സെറ്റ് ഓഫ് ഡേറ്റ എന്ന രീതിയിൽ പറയാറുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഒന്ന് പറയുകയാണ്, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങളോട് വേർഡ്സ് ആയിട്ട് ചോദിക്കുമെന്ന് ചോദിച്ചോ, സിംഗുലർ ആയിട്ട് വേർഡ് ചോദിക്കുവാണ്, വിച്ച് ഈസ് എ സിംഗുലർ എന്നുള്ള രീതി, വിച്ച് ഈസ് എ റോങ് പെയർ എന്നൊക്കെ ചോദ്യം വരുമ്പോൾ ഓർത്തോണം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ഓർത്ത് വെച്ചോണം. അടുത്ത വാക്കാണ് പെർപെട്രേറ്റർ, ഒഫൻഡർ, ക്രിമിനൽ, കൾപ്രേറ്റ്, മിസ്ക്രിയന്റ് എന്നൊക്കെയാണ് അർത്ഥം. രണ്ട് വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പെർപെട്രേറ്റർ എന്ന വാക്കും ഇന്ന് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്, മിസ്ക്രിയന്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും ഒരേ അർത്ഥമാണ്. ഒഫൻഡർ, ക്രിമിനൽ, കൾപ്രിറ്റ് എന്നാണ്. രണ്ട് വാക്ക് ഇന്ന് എഡിറ്റോറിയൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഓർത്തോണേ അത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഹിസ് ഡിസ്മൽ ഡിപ്പോർട്ട്മെന്റ് സർപ്രൈസ്ഡ് എവ്രിവൺ. ഓക്കെ, ദ ക്രൗഡ് ബ്ലെയിംഡ് ഹിം ഫോർ ബ്ലാസ്ഫമി ഫോർ ദേ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് he who put them in an undesirable situation. Act a very good situation നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. The sacrilege act of the film star resulted in many controversy. Okay. An undesirable. All right, great. Okay. Undesirable, an undesirable. അവിടെ കറക്റ്റ് ചെയ്തുകൊണ്ട് it's okay, great. Many people show sacrilege towards other religion. Yes. Okay. Nowadays, some people showed sacrilege to our Indian constitution. Okay, all right. Disenfranchisement in a democratic country should be considered to be sacrilege. Okay. Kurup was one of the most wanted perpetrator alla Troy Sivan endu parayu adine nammal Kurup was one of the most wanted perpetrators. One of the കഴിഞ്ഞിട്ട് plural noun ഉപയോഗിക്കുള്ളൂ. one of the ഓർത്ത് വെച്ചോണേ, one of the അല്ലെങ്കിൽ one of അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എപ്പോഴും പ്ലൂറൽ നൗൺ ആയിരിക്കണം ഒന്ന്, ആൻഡ് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വേർബ് സിംഗുലർ വേർബും ആയിരിക്കണം. ബിക്കോസ് വൺ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ബട്ട് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്ലൂറലുമാണ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, സിംഗുലർ വേർബ് ഉപയോഗിക്കണം, വൺ ഓഫ് ദാറ്റ് ശേഷം പ്ലൂറൽ നൗണും ഉപയോഗിക്കണം, ഓർത്ത് വെച്ചോളാം. The father of the church was sacrileged. The father of the church, sacrilege, baptism process. സാക്രിലേജ് എന്ന് പറയുന്നത് നമ്മൾ വേർബായിട്ട് ഉപയോഗിക്കില്ല. സാക്രിലേജ് നിങ്ങൾ വേർബായിട്ട് ഉപയോഗിക്കുമെങ്കിൽ ദാറ്റ്സ് റോങ്, അവിടെ യൂസേജ് തെറ്റാണ് കേട്ടോ. നസീബ, many criminal cases are ulterior because of inadequate evidence with respect to the cases. Okay, the ascetics never ever go for sacrileges. Okay, Hamlet retaliated his father's murderer. അവിടെ എത്തിയോ? Okay, the perpetrator was brought into light with substantial evidence. Yes. അപ്പോൾ റിറ്റാലിയേഷൻ, ഞാൻ ഇന്നാളെ പറഞ്ഞായിരുന്നു, റിറ്റാലിയേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം റിവെഞ്ച് എന്നാണ്. വെഞ്ചൻസ്, റിപ്രൈസൽ, റിട്രിബ്യൂഷൻ, നമ്മൾ ഇന്നാളെ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ് റിറ്റാലിയേഷൻ. നെഗറ്റീവ് വേർഡാണ്, മീനിങ് റിവെഞ്ച്, വെഞ്ചൻസ്, റിപ്രൈസൽ, റിട്രിബ്യൂഷൻ എന്നൊക്കെയാണ്. ആൻഡ് അടുത്ത വാക്കാണ് പാരമൗണ്ട്. പാരമൗണ്ട് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, അർത്ഥം ഇതാണ് സുപ്രീം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ചീഫ്, മെയിൻ, പ്രീഡോമിനന്റ്, പ്രൈം, പ്രൈമറി എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഈ പറയുന്ന സുപ്രീം, ചീഫ്, മെയിൻ, പ്രൈമറി എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ സംഭവത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള പറയില്ലേ, വെരി ഇമ്പോർട്ടൻറ്റ്, അതാണ് പാരമൗണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ആൻഡ് ഡിറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം പോസ്റ്റ്പോൺ ചെയ്യുക. ഓക്കെ, പുട്ട് ഓഫ് സംതിങ്, പോസ്റ്റ്പോൺ, ഡിസ്കറേജ്. പുട്ട് ഓഫും പോസ്റ്റ്പോൺ ഒരേ വാക്ക്. ഡിസ്കറേജ് ചെയ്യുക, ഡിസ്വേഡ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. ഒരാളെ നമ്മൾ എന്താ പറയുക, നിരുത്സാഹപ്പെടുത്തുക, ഡിസ്കറേജ് ചെയ്യുക, ഡിസ്വേഡ് ചെയ്യുക. ഓപ്പോസിറ്റ് എന്താണ്? ഡിസ്കറേജ്. ഇതിനൊക്കെ ഓപ്പോസിറ്റ് ഓർത്ത് വെച്ചോണേ. ഡിസ്കറേജിന്റെ ഓപ്പോസിറ്റ് എൻകറേജ്. ഡിസ്വേഡിന്റെ ഓപ്പോസിറ്റ് പെർസ്വേഡ്. ഡിസ്വേഡ് ചെയ്യുക. ഓക്കെ, അടുത്താണ് പ്രിവെന്റ് ചെയ്യുക. വേറെ അർത്ഥമാണ് ഡിറ്ററിന് പ്രിവെന്റ് ചെയ്യാന്നുണ്ട്. ഡിറ്റർ ദി ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ദി ആക്ഷൻ, റെസ്ട്രിക്ട് ചെയ്യാണ്, പ്രൊഹിബിറ്റ് ചെയ്യാണ് എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോണേ. ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇന്ന് അധികം ഉണ്ട്, കുറച്ച് അധികം വേർഡ്സ് ഉണ്ട്. 2 ആർട്ടിക്കിളും വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ്. ബട്ട് സാക്രിലേജിന്റെ ആർട്ടിക്കിൾ നമ്മൾ ഇന്ന് വായിക്കാൻ സമയമില്ല. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് നമ്മുടെ we are not going to discuss about, we are going to discuss the article which says about the Aadhaar linking. അതിനെ പറ്റിയുള്ളതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് കേട്ടോ. മറ്റേത് നമ്മളിത് വായിക്കില്ല, ബട്ട് നിങ്ങളൊന്ന് വായിക്കണം. ഒരുപാട് വേർഡ്സ് ഉണ്ട്, അതിൻ്റെ യൂസേജുകളൊക്കെ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞേ? പോലീസ് ഓഫീസർ വാസ് ഈഗർ ടു അണ്ടർസ്റ്റാൻഡ് ദ അൾട്ടീരിയർ ഫാക്ട്സ് ഫ്രം ദ പെർപെട്രേറ്റർ. ഓക്കെ, PV Narasimha has written a book on religious sacrilege witnessed by India on account of Ayodhya case. Okay, he's a perpetrator in the drama. Okay,
After the chaos, the perpetrators surrendered themselves to sought our life. Okay, he's perpetrator who keeps paramount retaliation. Oh, okay, all right. So let's start reading ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് പോവാം. ഒയ്യോ, ആർട്ടിക്കിളിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു സെറ്റ് കൂടെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ വിചാരിച്ച് തീർന്നിട്ടില്ല. കുറച്ച് വാക്കുകൂടെ ഉണ്ട്, പെട്ടെന്ന് വായിച്ചു വിടാം. ഐ ടോൾഡ് യു അല്ല, ഇന്ന് കുറച്ച് അധികം ഉണ്ട്, ബട്ട് വി ഹാവ് ടു ഗിവ് ഇറ്റ് എ റീഡ്. നമുക്ക് നോക്കി പോകണം. റിഡൻഡന്റ് എന്ന് പറഞ്ഞത് അഡ്ജക്റ്റീവ് ആണ്. അർത്ഥം അൺനെസസറി എന്നാണ്, അനാവശ്യമായ. ഇൻഎസെൻഷ്യൽ ഓർ നീഡ്ലെസ്. അപ്പൊ റിഡൻഡന്റ് എന്ന വാക്ക് കേട്ടാൽ അനാവശ്യമായതാണെന്നുള്ള ഓർക്കുക. അൺനെസസറി ആണ്, ഇൻഎസെൻഷ്യൽ ആണ്, നീഡ്ലെസ് ആണെന്നുള്ള ഓർക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡാംപൻ. ഡാംപൻ ഈസ് വേർബ് കേട്ടോ. ഡാംപൻ എന്ന് പറഞ്ഞ വേർബാണ്. വെറ്റ് ആയിട്ടുള്ളത് അല്ലെ, നനയ്ക്കുക, മോയ്സ്റ്റൻ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. വേർബ് കേട്ടോ, വേർബാണ്, നോട്ട് അഡ്ജക്റ്റീവ്, വേർബാണ്. വെറ്റ് ചെയ്യുക മീൻസ് നനയ്ക്കുക, ഓർ മോയ്സ്റ്റൻ ചെയ്യുക, സെയിം അതേ മീനിങ് ഉള്ള സംഭവത്തിന് ഡാംപനിന് ലെസൺ, കുറയ്ക്കുക, ഡിക്രീസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ, ഡാംപൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്ക് റിട്രോഗ്രേഡ് നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഐ തിങ്ക് ബിഫോർ 4 days, ഒരു 4 daysനൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ബാക്ക്വേർഡ് അഡ്ജക്റ്റീവ് ആണ്. ബാക്ക്വേർഡ്, റിഗ്രസീവ്, റിവേഴ്സ് എന്നൊക്കെയാണ് റിട്രോഗ്രേഡ് എന്ന വാക്കിന്റെ അർത്ഥം. പിന്നെയും പഴയ സ്ഥിതിക്ക്, ദാറ്റ്സ് ഇറ്റ്. റിവേഴ്സ്, റിഗ്രസീവ്, ബാക്ക്വേർഡ് എന്നൊക്കെ അർത്ഥം. ആൻഡ് നമ്മുടെ ഡിസെൻഡ് എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാണ്. താഴോട്ട് ഇറങ്ങുന്നതിനാണ് ഡിസെൻഡ് എന്ന് പറയാം. ഗോ ഡൗൺ, ഡ്രോപ്പ്, സ്ലോപ്പ്, ഡിപ്പ്, ഡിക്ലൈൻ. ഡിസെൻഡ് ഇസ് വേർബ് ആണ്, അത് ഓർത്ത് വെച്ചോളാം, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അടുത്ത വാക്കാണ് ഡിഫ്യൂസ്. ഡിഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഡിഫ്യൂസ് അല്ല, സോറി, വീണ്ടും തെറ്റിച്ചു ഞാൻ. ഡിഫ്യൂസ് എന്ന് പറയുന്നത് വേറെ വേർഡാണ്. ഡിഫ്യൂസ് ചെയ്യാം വേറെ വേർഡാണ്. ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഡിഫ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക അല്ലേ. സ്പ്രെഡ് എന്ന വാക്കാണ് ഡിഫ്യൂസ് എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ ഡിഫ്യൂസ്, ഇറ്റ്സ് ഡിഫ്യൂസ്. ഡിഫ്യൂസ് എന്ന വേർബിന്റെ അർത്ഥം ഡീആക്ടിവേറ്റ് ചെയ്യുക, നിർവീര്യമാക്കുക. ഡിയാം അല്ല കേട്ടോ, ഡിസ്ആം ആണ് കേട്ടോ. ഡിസ്ആം എഴുതിയപ്പോൾ മാറിപ്പോയി കേട്ടോ. സോ സോറി, ഒരു എസ് ഇട്ടു പോവാ, ഞാൻ വിട്ടു, ഇതുകൊണ്ട് എഴുതുവാണ്. ഡിസാം ചെയ്യാം. എന്താണ് അതിനെ നിർവീര്യമാക്കി കളയാം. ഡിസാം ചെയ്യുന്നു, ഡിസേബിൾ ചെയ്യുന്നു, ഓർ റെഡ്യൂസ്. ഇന്ന് ഞാൻ ടൈപ്പിംഗ് എറർ കുറേ വരുത്തിയിട്ടുണ്ട്. ടൈപ്പ് ചെയ്തപ്പോൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ സമയം ഒരുപാട് പോയായിരുന്നു, ഒരുപാട് വാക്കുണ്ടായിരുന്നു. റെഡ്യൂസ് ആണ് കേട്ടോ, SC അല്ല, C. റെഡ്യൂസ്, ലെസൺ എന്നൊക്കെ അർത്ഥം ഡിഫ്യൂസിന് ഡീആക്ടിവേറ്റ് ചെയ്യുക, ഡിസാം ചെയ്യുക, ഡിസേബിൾ ചെയ്യുന്നൊരു അർത്ഥം, നിർവീര്യമാക്കുക എന്നൊരു 3 അർത്ഥം ഉണ്ട് ഒരേ വാക്ക്. ആൻഡ് അടുത്ത വേറൊരു വാക്ക് ഡിഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക, ലെസൺ ചെയ്യുക എന്നൊരു അർത്ഥവും ഡിഫ്യൂസിനുണ്ട്. എന്നാൽ ഡിഫ്യൂസ് ഇസ് അനദർ വേർഡ്, സ്പ്രെഡ് എന്നാണ് അർത്ഥം. രണ്ടും രണ്ട് വാക്കാണ്, ബട്ട് ഏറെക്കുറെ സിമിലാരിറ്റി ഇൻ പ്രൊനൗൺസിയേഷൻ കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പം ഇന്ന് ഒരുപാട് വേർഡ്സ് ഉണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ്. ഞാൻ അയച്ചു തരും, നിങ്ങൾക്ക് ഓർത്ത് വെച്ചോളാം. Yeah, the Epicureans believe that the paramount aim of life is pleasure, for their motto in life was to eat, drink and merrymaking. Yes, Epicureans, yes. Your paramount priority should be yourself. Yes, it must be. Okay. UK Press, Boris Johnson prescribed new set of curbs to fend off rapid spread COVID-19. Rapid spread COVID-19 alla, rapid spread of COVID-19. Okay. Rapid spread of COVID-19 during Christmas. He jumped into the issue redundantly. Okay, all right. Okay, unnecessarily, all right. Many people believe that there is an ulterior agenda behind the repealing of farm laws. Yes, Sonal, that's right. I diffused my FB account. Okay, diffused, that's great. The Chief Minister deterred the meeting because of failure to take a paramount decision. Okay, his retrograde views proved to be futile. Okay. Can we say diffusing bomb? Of course, bomb must be diffused. Okay, diffuse എന്നേ പറയുള്ളൂ ബോംബിന്റെ നമ്മൾ. സോറി, അവിടെ ഡിഫ്യൂസ് ചെയ്യാൻ പറയാം കേട്ടോ. ബോംബൊക്കെ ഡിഫ്യൂസ് ചെയ്ത് നിർവീര്യമാക്കുക. യു ക്യാൻ സേ ദാറ്റ്. ദാറ്റ്സ് എ വെരി ഗുഡ് യൂസേജ്. ഡിഫ്യൂസ് എ ബോംബ്. ഓക്കെ, ഗ്രേറ്റ്. യെസ്, സോഫി അല്ലേ? യെസ്, സോഫി. അങ്ങനെ പറയാം, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലാസ്സിൽ. ഐ തിങ്ക് വി ഹാവ് ഡിസ്കസ് ഇറ്റ് ഓൾറെഡി. ആൻഡ് good morning, Neetu. Good morning. Nothing can dampen his love on her. Love on her എന്ന് പറയില്ല. Nothing can dampen his love to her. Yes, അങ്ങനെ പറയാം. The intelligence bureau diffused the bomb. Okay, yeah. If nothing works, retrograde your plans. For it will give pleasant results. Okay. Retrograde എന്ന് പറയുന്നത് നമ്മളേ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുള്ളൂ, വേർബ് ആയിട്ട് ഉപയോഗിക്കില്ല കേട്ടോ.
വേർബായിട്ട് ഉപയോഗിക്കില്ല. റിവേഴ്സ് പ്ലാൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ റിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അഡ്ജക്റ്റീവായിട്ട് റിട്രിഗേഡ് എന്ന് പറയുന്നത് ഉപയോഗിക്കുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് വേർബായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, don't discuss redundant matters in the meeting. Okay, he dampened my dress. Okay, diminished. All right, moving on. Or wet, രണ്ടും കറക്റ്റ് ആണ്. നനച്ചു അവൻ എന്നാണ്, രണ്ടും കറക്റ്റ് ആണ്. So let's move to today's article. അപ്പോഴേ ആർട്ടിക്കിളോട്ട് പോകാം. അപ്പൊ മനസ്സിലായെങ്കിൽ ഒരു thumbs up ഇട്ടേ, show me some love and support people. അപ്പോൾ നമുക്ക് വേഗം ആർട്ടിക്കിളോട്ട് പോകാം. ഇന്നത്തെ ആർട്ടിക്കിൾ വായിക്കാം അല്ലേ. ഇന്ന് ഒരുപാട് ഉണ്ടായിരുന്നു, അറിയാലോ. ഇന്ന് ഒരുപാട് വാക്കുകൾ ഉണ്ടായിരുന്നു. ആൻഡ് മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്, പഠിച്ചു വെക്കുക കേട്ടോ. ആർട്ടിക്കിൾ ഇന്ന് വന്നതിൽ സിനണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് കുറേ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടാതെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വാക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസസും, വൺ വേർഡ്സും ലാറ്റിൻ ഫ്രേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ചധികം വേർഡ്സ് ഉണ്ടായിരുന്നു, വേർഡ് ആയിരുന്നു. വൊക്കാബ്സ് കുറച്ചധികം ഉണ്ടായിരുന്നു, ഓർത്ത് വെച്ചോണം എല്ലാവരും. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ആർട്ടിക്കിൾ തിങ്കിങ് ബിഫോർ ലിങ്കിങ്. ഓർമ്മയുണ്ടോ? തിങ്ക് ബിഫോർ യു ലീപ്പ്, തിങ്ക് ബിഫോർ യു ആക്ട്, ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറഞ്ഞ ഇതുണ്ട്, പ്രൊവേർബ് ഉണ്ട്, അറിയില്ലേ? എടുത്തിടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, അതാണ് പറയുന്നത്. സോ തിങ്ക് ബിഫോർ യു ആക്ട് എന്നൊരു പ്രൊവേർബ് ഉണ്ട്. ദാറ്റ്സ് എ വേ ടു യൂസ് ഇറ്റ്. അപ്പൊ അതിനെയാണ് ഇവിടെ നല്ല എന്താണ് ഒരു നമ്മുടെ റിതം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുവാണ് ആർട്ടിക്കിളിൽ ടൈറ്റിലായിട്ട് തിങ്കിങ് ബിഫോർ ലിങ്കിങ്. നമുക്ക് നോക്കാം എന്താണ്. ഡിസ്പൈറ്റ് പ്രോഗ്രസീവ് ആസ്പെക്ട്സ് ലിങ്കിങ് ഇലക്ട്രൽ റോൾസ് വിത്ത് അതർ റേസസ് അപ്രിഹെൻഷൻ. ഓർക്കണം, പ്രോഗ്രസീവ് ആസ്പെക്ട്സ് ഒക്കെ ഒരുപാടുണ്ടല്ലേ. അതിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ട്, നല്ല മാറ്റങ്ങളുണ്ട്, ഉന്നമനമുണ്ട്, എല്ലാം നല്ലതാണ്. ബട്ട് എന്നിരുന്നാലും, അതാണ് ഡെസ്പൈറ്റ് അവിടെ ഉദ്ദേശിച്ചത്. ഡെസ്പൈറ്റ് ഇസ് യൂസ് ആസ് എ പ്രിപ്പൊസിഷൻ ആണല്ലോ, പ്രിപ്പൊസിഷൻ ആണത്. അപ്പൊ ഇവിടെ ഉപയോഗിച്ച് വെക്കണം ലിങ്കിങ് ഇലക്ട്രൽ റോൾസ് ലിങ്ക് ചെയ്യുന്നു വിത്ത് അതർ റേസസ്. റേസ് ചെയ്യുകയാണ്, റേസ് ചെയ്യുന്ന ഉയർത്തുക. വാട്ട് ഉയർത്തുക? അപ്രിഹെൻഷൻസ്. ഇവിടെ അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല, ആൻസൈറ്റി. റേസസ് ആൻസൈറ്റി. ഒരുപാട് സ്ട്രെസ് മറ്റുള്ളവരിലേക്ക് ഉയർത്തുന്നുണ്ട് ഈ പറയുന്ന കാര്യം എന്നാണ് നമ്മുടെ ഓതർ പറഞ്ഞിരിക്കുന്നത്. സോ ഒന്ന് ആലോചിച്ചിട്ട് മതി ലിങ്കിങ് ഒക്കെ നടത്താൻ എന്നാണ് ഓതർ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് ഹാവ് എ റീഡ്. നോക്കാം എന്താന്ന് വായിച്ചേക്ക് നോക്കാം. An unwillingness to allow meaningful debate and invite wider consultation can undo even the progressive aspects of problematic legislation. Ignoring protests, the Union government has managed to push through a bill in Parliament to link electoral roll data with the Aadhaar ecosystem. On the face of it, the bill's objective to purify the rolls and weed out bogus voters may appear laudable, and the seeding of Aadhaar data with voter identity. നോക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, the climate is quite dampened here. Okay, the discussion break off with redundant arguments of manipulators. ഉറപ്പായിട്ടും വൈ നോട്ട് വിഷ്, ഉറപ്പായിട്ടും SSCക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ റൈറ്റ് യെസ് എല്ലാ എക്സാമിനും കേട്ടോ, ഏത് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് ആർട്ടിക്കിൾ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നോക്കാം. അപ്പോൾ പറഞ്ഞ എന്താണ്, നമ്മൾ ഒരു അൺവില്ലിങ്നെസ് ആണ്. എന്താണ്? വില്ലിങ് അല്ല, യു ആർ നോട്ട് വില്ലിങ് ടു ഡു വാട്ട്? ഒരു മീനിങ് ഡിബേറ്റ് നടത്താൻ വേണ്ടിയിട്ട്. ഫോർ എ മീനിങ് ഡിബേറ്റ്, അൺവില്ലിങ്നെസ് ടു അലൗ മീനിങ് ഡിബേറ്റ് ആൻഡ് ഇൻവൈറ്റ് വൈഡർ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കോഴ്സ്, ഒരു മീറ്റിംഗ്, ഒരു വൈഡർ ഡിസ്കഷൻ നടത്തണം എന്നുള്ള കാര്യത്തോട് പറയുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അൺവില്ലിങ് ആയിട്ട് കാണുവാണ്, അതിനെ സമ്മതിക്കുന്നില്ല. യു ആർ നോട്ട് ഗിവിങ് യെസ് ടു ഇറ്റ്. യെസ് കൊടുക്കുന്നില്ല. യു ആർ നോട്ട് ഗിവിങ് ആൻ അഫർമേഷൻ ഫോർ ദാറ്റ്. അത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ് കേട്ടോ. അത് can undo even progressive aspects of problematic legislation. നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രോഗ്രസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെ, ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറയുന്ന യു ഹാവ് ടു ബി വില്ലിംഗ് ടു ഡിബേറ്റ്, ഒരു മീനിങ് ഡിബേറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്കോഴ്സിന് വേണ്ടിയിട്ട്, ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് യു ഹാവ് ടു ബി വില്ലിങ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഡിസ്കോഴ്സിന് വേണ്ടി നിങ്ങൾ വില്ലിങ് ആയിരിക്കണം. പക്ഷെ അങ്ങനെ വില്ലിങ് ആവുന്നില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ വില്ലിങ് ആവുന്നില്ല, വേഗം ചാടിക്കയറി ലിങ്ക് ചെയ്യാൻ പോവാണ്, ആരോടും ചോദിക്കുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല എങ്കിൽ ദാറ്റ് ക്യാൻ അൺഡു ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയ്ത കാര്യത്തിനെ അത് മൊത്തം കൊളവാക്കും. ഇറ്റ് ബിക്കംസ് ഓപ്പോസിറ്റ് എന്നാണ് ഇവിടെ ഓതർ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രോപ്പർ ആയിട്ടൊരു മീനിങ് ഫുൾ ആയിട്ടൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, ഡിസ്കഷൻ നടത്തുക. അങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രസീവ് മൂവ്മെന്റ് നമുക്കത് ഡിപ്രസീവ് ആയിട്ട് മാറും, റിട്രോഗ്രേഡ് പ്രോസസ്സായി മാറും, ബാക്ക്വേർഡായി മാറും. അത് നമുക്ക് തിരിച്ചടിക്കും അതിനിട്ട് എന്നാ പറയുന്നത്. അപ്പോൾ ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ്, യൂണിയൻ ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് ഒരുപാട് നടക്കുന്നുണ്ട്, ഇതിനെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നു, മൈൻഡ് ചെയ്യാതെ കൂസലില്ലാതെ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്നു. ഈ ബില്ല് പുഷ് ചെയ്യാണ്, വേഗം പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. എന്തിനാണ്? എന്താ ഈ ബില്ലിന്റെ പ്രത്യേകത? ഇലക്ട്രൽ റോൾ ഡേറ്റ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്തൊന്നുമില്ല, നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിന് വരെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും അവൈലബിൾ ആണ്.
അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എനിക്ക് തോന്നുന്നു ഒരു മൂവി ഉണ്ട്, ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്, ഐ സംതിങ് എന്താണ് പേര്, ഒരു മൂവിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനത് കണ്ടതാണ്. ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം പുറത്തേക്കെന്ന് വെച്ചാൽ നമുക്കറിയില്ലേ, നമ്മുടെ എല്ലാ ഡേറ്റയും ലിങ്ക്ഡ് ആണ്. സോ വേറെവർ പേഴ്സൺ ഇസ്, നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ നമ്മുടെ മൊബൈലെല്ലാം ആൻഡ്രോയിഡ് സിസ്റ്റം, എല്ലാവർക്കും ആൻഡ്രോയിഡ് മൊബൈൽസ് ആണ്, എവറിബഡി ഈസ് യൂസിങ് ആൻഡ്രോയിഡ്സ്. അതുപോലെ എല്ലാ ഡേറ്റ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും കണ്ടില്ലേ അക്സെപ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. സോ വി ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്. അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. സോ വി അക്സെപ്റ്റ് ഇറ്റ്. ലൊക്കേഷൻ ഓൺ ആണ് ഫോണിൻ്റെ. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എവിടെ ഇരുന്ന് ആർക്ക് വേണം നമ്മുടെ ഡേറ്റയെ എടുക്കാം. സോ ഡേറ്റ ഈ പറഞ്ഞ ഫ്രോജുലൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. ആ ഒരു പരിപാടിക്ക് നമ്മൾ വലിയൊരുത്താണ് ഇപ്പം ആധാർ കാർഡിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. അതാണ് ഇവിടെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. പ്രൊട്ടസ്റ്റുകൾ ഒരുപാട് അതുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്, അപ്പോൾ അതിൻ്റെ ഈ അവസ്ഥയിൽ ഈ ബില്ലിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഇത്രേ ഉള്ളൂ: ടു പ്യൂരിഫൈ റോൾസ് ആൻഡ് വീഡ് ഔട്ട് ബോഗസ് വോട്ടേഴ്സ്. വെച്ചാൽ ഇലക്ഷൻ്റെ സമയത്തെ കള്ള വോട്ടൊക്കെ അങ്ങ് നമ്മൾ എന്ത് ചെയ്യണം, ഫേക്ക് വോട്ടേഴ്സിന് നമുക്ക് വേണ്ട, അത് പറ്റില്ല. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കൊണ്ടുവരുന്നതെന്നാണ് ഇവരുടെ വാദം. ദാറ്റ് ഈസ് വാട്ട് ദേ സേ, ദാറ്റ്സ് വാട്ട് ദെയർ ആർഗ്യുമെന്റ് ഈസ്, വാട്ട് ഈസ് ദെയർ ക്ലെയിം. അതാണ് അവരുടെ ക്ലെയിം. അത് വളരെ അപ്രീഷിയേറ്റിംഗ് ആണ്, പ്രൈസ് വർത്തി ആണ്, പറയാലോ, കമൻറ്റബിൾ ആണ്, ഓക്കെ, നല്ല കാര്യമാണ് അതല്ലേ. ആൻഡ് സീഡിങ് ദ ആധാർ, സീഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം വിതയ്ക്കുക അല്ലെ, ആധാർ വിതയ്ക്കുക. സീഡിങ് അതായത് കണക്ടിങ് ഇറ്റ് വിത്ത്, ലിങ്കിങ് ഇറ്റ് വിത്ത്. സീഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കില്ലേ, നമ്മളൊരു കാര്യം നേരത്തെ ചെയ്തിടുവാണ്. സോ ഇറ്റ്സ് ലൈക്ക് ലിങ്കിങ് ഓഫ് ആധാർ ഡേറ്റ വിത്ത് വോട്ടർ ID എന്ന് പറയുന്നത്. പെർട്ടിക്കുലേഴ്സ് മേ സീം ടു ബി ഗുഡ് വേ ഓഫ് അച്ചീവിങ് ഇറ്റ്. ഈ പറയുന്ന ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല വേ ആണ്, നല്ലൊരു ഗുഡ് മെത്തേഡാണ് ടു അച്ചീവ് ഈ പറയുന്ന ബോഗസ് വോട്ടേഴ്സിനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ. Indeed, this can also allow for remote voting, a measure that could help migrant voters. The four qualifying dates for revision of rolls with help in fast enrollment of those who turn 18. Okay. Then, however, other aspects hold grave implications for electoral democracy. The opposition underscored the possible disenfranchisement of legitimate voters unwilling or unable to submit Aadhaar details, the possible violation of privacy, and possibility that demographic details may be misused for profiling of voters. Each is a valid concern that. പറഞ്ഞു വരുന്ന ഇതാണ് കാര്യങ്ങൾ. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒന്നത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ബോഗസ് വോട്ടേഴ്സിനെ നമ്മൾ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോകാം കേട്ടോ. ഒരു കാര്യം എന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു വീഡ് ഔട്ട് ബോഗസ് വോട്ടേഴ്സ്. അതാണ് ആദ്യത്തെ പ്രൈമറി നമ്മുടെ ആദ്യത്തെ അജണ്ട. ഒരുപാട് അജണ്ട ഉണ്ട്, അതിൽ ഒന്ന് അത്. ആൻഡ് ഇൻഡീഡ് ഇവിടെ നോക്കിയ ഒരു കോഴ്സ് ഡിവൈസ് കണക്ടർ ആയിട്ട് ഉപയോഗിക്കും. ഇൻഡീഡ് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അഡ്വേർബായിട്ട് ഉപയോഗിച്ചത്. ഇൻഡീഡ് ദിസ് ക്യാൻ ഓൾസോ അലോ ഫോർ റിമോട്ട് വോട്ടിംഗ്, എ മെഷർ ദാറ്റ് കുഡ് ഹെൽപ്പ്. റിമോട്ട് വോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മൈഗ്രന്റ് വോട്ടേഴ്സിന് അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്ട് ആയിരിക്കും. അവർക്കത് നടത്താം, റിമോട്ട് വോട്ടിംഗ് നടത്താൻ പറ്റും. വെരി ഗുഡ് അല്ലേ. ആൻഡ് അത് മാത്രമല്ല ഫാസ്റ്റർ എൻറോൾമെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലേ. ഫാസ്റ്റർ എൻറോൾമെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ആരെ, ഹു ടേൺ 18. 18 വയസ്സായവർ ഇങ്ങനെ പുറം നടന്ന് ഇനി ഞങ്ങൾക്ക് വോട്ടേഴ്സ് ഇത് തരും, വോട്ടേഴ്സ് ഐ ഡി ഇതൊന്നും പുറത്ത് നടക്കേണ്ട കാര്യമില്ല, ഫാസ്റ്റർ എൻറോൾമെന്റ് നടക്കും. ഈ 3 കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എന്ന് ഓതർ പറയാണ്. എന്നിരുന്നാലും അപ്പോൾ നമുക്ക് മെറിറ്റ്സ് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് മെറിറ്റ്സ്. ഇൻഡീഡ് ഇവിടെ ഒരു കോഴ്സ് ഡിവൈസ് കണക്ടർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ദർ ഇസ് അനദർ കണക്ടർ ഹവർ. എന്നിരുന്നാലും അഡ്വേർബ് തന്നെയാണ്. ഹവർ, സ്റ്റിൽ എന്നൊക്കെ നമ്മൾ യെറ്റ് എന്നൊക്കെ പറയുന്ന യൂസേജ്. എന്നിരുന്നാലും ഗ്രേവ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, സീരിയസ് ഇംപ്ലിക്കേഷൻസ് ഇതിനൊക്കെ ഉണ്ട്. ഇലക്ട്രൽ ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താ പറയുന്നത്, അപ്പോൾ ഒപ്പോസിഷൻ പറയുന്നു, അണ്ടർസ്കോർ ചെയ്യുന്നു, ഹൈലൈറ്റ് ചെയ്യുന്നു, കുറച്ച് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഏതൊക്കെയാണ് എന്താണ് ഹൈലൈറ്റഡ്? പോസിബിൾ ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് ഓഫ് ഈ പറയുന്ന ലെജിറ്റിമേറ്റ് വോട്ടേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് നടക്കുകയാണ് പറ്റും എന്നാണ് പറയുന്നവർ. അതെന്താ ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് പറ്റുന്നത്? കുറേ പേരുടെ വോട്ടിംഗ് ഇത് നഷ്ടപ്പെടും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദീസ് വോട്ടേഴ്സ്, ചില വോട്ടേഴ്സ്, ലെജിറ്റിമേറ്റ് ആയ വോട്ടേഴ്സ് പറയും ദേ ആർ അൺഏബിൾ ടു സബ്മിറ്റ് ചെയ്യാൻ, ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനും പറ്റില്ല, അല്ലെങ്കിൽ അൺവില്ലിംഗ് ആണ്. ചിലർക്ക് അൺവില്ലിംഗ് ആണ്, സബ്മിറ്റ് ആധാർ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അൺവില്ലിംഗ് ആണ്. ചിലർ അൺഏബിൾ, സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ എന്തെങ്കിലും കാര്യം കൊണ്ട്, അവരുടെ ഇതുകൊണ്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അവരെന്ത് ചെയ്യും, ലെജിറ്റിമേറ്റ് ആയ വോട്ടേഴ്സ് ആയിരിക്കാം, ലീഗലി അവർ അപ്രൂവ്ഡ് ആയ വോട്ടേഴ്സ് ആയിരിക്കും, പക്ഷെ അവർക്ക് ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് നടക്കുന്നു. അപ്പം മാത്രമല്ല പോസിബിൾ വയലേഷൻ ഓഫ് പ്രൈവസി ഉണ്ട് ഇതിൽ, അതുകൊണ്ടും ആൾക്കാർക്ക് ഇതിന് താല്പര്യമില്ലാതിരിക്കാം. മാത്രമല്ല ആൻഡ് പോസിബിലിറ്റി ദാറ്റ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപാടുണ്ട്. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഓരോ പോപ്പുലേഷനിലെ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയ കാര്യങ്ങളാണ്. അതിപ്പോൾ എന്താണ് സോഷ്യോ ജോഗ്രഫിക്കൽ, പൊളിറ്റിക്കൽ, അങ്ങനെ ഒരുപാട് ആസ്പെക്ട്. ഓരോ പോപ്പുലേഷൻ്റെ ഡെമോഗ്രാഫിക് ഇസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, പോപ്പുലേഷനെ റിലേറ്റ് ചെയ്ത കാര്യത്തിനാണ് ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്. ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്തും വരാം കേട്ടോ, സോഷ്യോ ഡീറ്റെയിൽസ്, പൊളിറ്റിക്കൽ ഡീറ്റെയിൽസ് എല്ലാം വരാം.
പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്നതാണ് ഡെമോഗ്രഫിക് എന്ന യൂസേജ് നമ്മൾ പറയാം. റിലേറ്റഡ് ടു പോപ്പുലേഷൻ എന്നാണ് അർത്ഥം. അതിനെ എന്ത് ചെയ്യാൻ പറ്റും? മിസ്യൂസ് ചെയ്യപ്പെട്ടു വരാം. അതിന് വേണ്ടിയിട്ടും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് പ്രൈവസി ഇഷ്യൂ, അടുത്തത് ഡെമോഗ്രഫിക് ഡീറ്റെയിൽസ് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോബ്ലം, അടുത്തത് ചിലവർ വിൽ ബി അൺവില്ലിങ്. ഈ അൺവില്ലിങ് ആവുന്നതും അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാത്തതും അൺഎബിൾ ടു സബ്മിറ്റ് ചെയ്യുന്നതും ഇതുകൊണ്ടായിരിക്കാം. അപ്പം അത് നോർമലി എന്തിന് പ്രശ്നമാകും? ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റിന് കാരണമാകും, ലെജിറ്റിമേറ്റ് വോട്ടേഴ്സിന്റെ ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റിന് കാരണമാകും എന്നാണ് പറയുന്നത്. ഇതെല്ലാം വാലിഡ് കൺസേൺ ആണ്. ഈ പറഞ്ഞ ഓരോ കൺസേൺസും വാലിഡ് ആണെന്നാണ് ഇവിടെ ഓതർ പറയുന്നത്. ought to be considered by a parliamentary committee. ഇതെല്ലാം നിർബന്ധമായിട്ടും ought to be considered by a parliament committee. Union Minister Kiran Rijiju has said the proposal has been unanimously approved by the Parliamentary Committee on Law and Justice. But it is not clear if the specifics of the bill has been discussed widely and public opinion sought. പക്ഷേ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ought to be ഒബ്ലിഗേറ്ററി ആണ്. നമ്മൾ പാർലമെന്ററി കമ്മിറ്റി ഇതിനെയൊക്കെ കൺസിഡർ ചെയ്യണമെന്ന് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, മേൽപ്പറഞ്ഞ കൺസേൺസ് എല്ലാം ഒന്ന് അഡ്രസ് ചെയ്യുക. പാർലമെന്ററി കമ്മിറ്റി അഡ്രസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ, യു ഹാവ് ടു ഡു ഇറ്റ്, യു ought to do it. കമ്പൽസറി ആണ്. ഇറ്റ്സ് ഒബ്ലിഗേഷൻ, ഇറ്റ്സ് യുവർ ഒബ്ലിഗേഷൻ ടു ഡു ദാറ്റ്. പാർലമെന്ററി കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്, അത് ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദേ ആർ ഡ്യൂട്ടിഫുൾ ടു ഡു ദാറ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ യൂണിയൻ ലോ മിനിസ്റ്റർ പറയുന്നുണ്ട്, കിരൺ റിജിജു പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ശരിക്കും ഈ ഒരു ബില്ലുണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ബില്ലിനെ പറ്റി, അല്ലെങ്കിൽ ഈ പ്രപ്പോസൽ, ഈ മുന്നോട്ട് വെച്ചേക്കുന്ന ഈ പ്രപ്പോസൽ എല്ലാവരും യുനാനിമസ്ലി അപ്രൂവ് ചെയ്തു. പാർലമെന്ററി കമ്മിറ്റിയിലുള്ള എല്ലാവരും യുനാനിമസ്ലി അപ്രൂവ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റയടിക്ക് ഏകകണ്ഠമായിട്ട് പറയുന്നു. ഓൺ ലോ ആൻഡ് ജസ്റ്റിസ് എല്ലാവരും നല്ല കാര്യം, അത് വേണം, നമുക്ക് വേണം. പക്ഷേ ബട്ട് എന്നിരുന്നാലും വീണ്ടും ഞാൻ പറയുന്നു ബട്ട്. അവിടെ നമുക്ക് ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഒരു കണക്റ്റഡ് ഡിവൈസ് കൊടുക്കാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ് ഒക്കെ എഴുതുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി പഠിക്കാതെ. ഇറ്റ്സ് നോട്ട് ക്ലിയർ ഇഫ് ദ സ്പെസിഫിക്സ് ഓഫ് ദ ബിൽ ഹാഡ് ബീൻ ഡിസ്കസ്ഡ് വൈഡ്ലി. പക്ഷേ ഇതിന്റെ സ്പെസിഫിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഇപ്പോഴും കൃത്യമാക്കിയിട്ടില്ല. മനസ്സിലായോ? സ്പെസിഫിക്സ് ഓരോ കൺസേൺസും എടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇസ് ഇറ്റ് ഡിസ്കസ് വൈഡ്ലി ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ സോട്ട് ചെയ്തിട്ടുണ്ടോ? പബ്ലിക് ഒപ്പീനിയൻ സീക്ക് ചെയ്തോ? സീക്കിന്റെ പാസ്റ്റൻസ് ആണ്, സോട്ട് V2 ആണ്, സീക്കിന്റെ V2. അന്വേഷിച്ചോ? പബ്ലിക് ഒപ്പീനിയൻ ചോദിച്ചോ? അല്ലെങ്കിൽ വൈഡായിട്ട് ഡിസ്കസ് ചെയ്തോ എന്നുള്ളത് ക്ലിയർ അല്ല. മനസ്സിലായോ? അത് ക്ലിയർ അല്ല, അതവിടെ എവിഡന്റ് അല്ല. അതായത് നമുക്ക് ഓൾറെഡി പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കാര്യം പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിലും അതൊക്കെ അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദർ ആർ ഇൻഡീഡ്, അടുത്ത പാരഗ്രാഫിനോട് നോക്കാം, ദർ ഇൻഡീഡ് കംപ്ലയിൻസ് that some electors may be registered in more than one constituency and that non-citizens have been enrolled, but these can be addressed by other identification processes. In fact, the other database, നോക്കാം. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അപ്പോൾ ഒരുപാട് കംപ്ലയിന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാണ്, ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ രണ്ട് കാര്യത്തിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ കംപ്ലീറ്റ് അനലിറ്റിക്കലായിട്ട് നമ്മൾ പോകുന്നു. പോസിബിലിറ്റി, പ്രോസ് ആൻഡ് കോൺസ് കൊടുത്തിട്ടുണ്ട്, അതിലെ കാര്യങ്ങളെ പറ്റി എവിഡന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് മൂവിങ് ടു ദ സീരിയസ്നെസ്സിലോട്ട് നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് വരുമ്പോൾ നോക്കി പറയുന്നതാണ്, ഒരുപാട് കംപ്ലയിൻസ് വന്നിട്ടുണ്ട് ഇലക്ടേഴ്സിൽ. കുറേ ഇലക്ടേഴ്സിനെ പറ്റി ഒരുപാട് കംപ്ലയിൻസ് വന്നിട്ടുണ്ട്. എന്തിനെ പറ്റിയാണ്? ഇവര് ഒരുപാട് ഒന്നിലധികം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർ രജിസ്റ്റർ ചെയ്യുന്നു. ചില ഇലക്ടേഴ്സ് വോട്ട് ചെയ്യാൻ പോകുന്നവരും 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അല്ലെങ്കിൽ 3 കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ അവരുടെ പേരുണ്ടാവും. അതുപോലെ തന്നെ നോൺ സിറ്റിസൺസും അവരുടെ പേര് എൻറോൾ ചെയ്യപ്പെടുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് റോങ് തിങ്സ് അല്ലെ, അതിനൊക്കെ അഡ്രസ് ചെയ്യണം. പക്ഷെ അതൊക്കെ എന്താ പറയുക, ബട്ട് ദീസ് ക്യാൻ ബി അഡ്രസ് ബൈ അതർ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്. ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. പക്ഷേ ഇവയൊക്കെ ഈ ആധാർ കാർഡ് വെച്ചിട്ട് മാത്രം ചെയ്യണമെന്നൊന്നുമില്ല. ദർ ആർ അനദർ പ്രൊവിഷൻസ്. വേറെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, അതർ പ്രോസസ്സസ് ഉണ്ട്. ഐഡന്റിഫിക്കേഷൻ പ്രോസസ് വെച്ച് നമുക്ക് ഇവയെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡിന് വേണ്ടി കഷ്ടപ്പെട്ട് ആധാർ പോയിട്ട് നമ്മുടെ വോട്ടേഴ്സ് ID ആയിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളത് പറയുന്നത് ഒരു എന്താ പറയുക, ആവശ്യമുള്ള കാര്യമാണോ എന്നൊന്ന് ചിന്തിക്കാം. യു ഹാവ് ടു തിങ്ക് ബിഫോർ ലിങ്കിങ്. ഇൻഫാക്ട് ഈ അതർ ഡേറ്റാബേസസ് മേ ബി ഇറലവന്റ് ടു വെരിഫൈ. അത് മാത്രമല്ല, ദർ ഇസ് അനദർ പോയിന്റ്, ഇൻഫാക്ട്. എന്നാൽ ഇൻഫാക്ട് എന്ന് പറഞ്ഞ യൂസേജ് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയാണ്, നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു. ഇൻഫാക്ട്, യാഥാർത്ഥ്യത്തിൽ. ഇൻഫാക്ട് എന്ന് പറയുകയാണ് യാഥാർത്ഥ്യത്തിൽ. അഡ്വേർബൽ എക്സ്പ്രഷൻ ആണ്, യാഥാർത്ഥ്യത്തിൽ. കണക്ടർ ആണ്, കൺഫ്യൂസീവ് ഡിവൈസ് ആണ്. ഇൻഫാക്ട് other database may be relevant to verify voter identity because it is an identifier of residents and not citizens. And the complaints of wrongful enrollment have come up even against a unique identity number allowed to more than 90% of the population. Mr. Rijiju is confident that the Election Laws Amendment Bill satisfies the test laid down by Supreme Court, a permissible law, a legitimate state interest and proportionality. However, this has to be rigorously examined. Even though the other requirement is said to be voluntary, in practice it can be made mandatory. The bill says the election registration. അതിലോട്ട് വരാം നമുക്ക്. അപ്പോൾ അതിനു മുമ്പ്
അപ്പോൾ പറയാണ് ഈ പറയുന്ന ഡേറ്റാബേസ് ഇറലവൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് മേ ബി ഇറലവൻറ്റ്. എന്തിനു വേണ്ടി ഇറലവൻ്റ് ആണെന്നാണ് പറയുന്നത്? വോട്ടേഴ്സ് ID വെരിഫൈ ചെയ്യാൻ ഇത് ഇറലവൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? അതിനെക്കൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാര്യം ഇവിടെ ശരിക്കും ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താ? റെസിഡൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആധാർ ID നമ്മൾ ഉപയോഗിക്കുന്നത് റെസിഡൻസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. ഓക്കെ, ഐഡന്റിഫൈ അല്ലാതെ സിറ്റിസൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഇറലവൻ്റ് ആണിത്. ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അവിടെ റിലവൻ്റ് അല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഈ കംപ്ലയിൻറ്റ് ആൻഡ് ഈ പറയുന്ന റോങ്ഫുൾ എൻറോൾമെന്റ് നടത്തുന്നു എന്ന് പറയുന്ന ഈ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഇല്ലേ, ഈ യുണീക്ക് ഐഡന്റിറ്റി നമ്പർ കാര്യങ്ങൾ, ഈ യുണീക്ക് ഐഡന്റിറ്റി നമ്പർ മോർ ദാൻ 90% ഓഫ് ദ പോപ്പുലേഷന് കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യങ്ങളും അതും നമുക്കൊന്ന് ഈ കംപ്ലയിൻറ്റ്സിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. നമുക്ക് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. മോർ ദാൻ 90% ഓഫ് ദ പോപ്പുലേഷൻ ഈ വൺ ഐഡന്റിഫിക്കേഷൻ നമ്പർ, സിംഗിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. എന്നാൽ ലോ മിനിസ്റ്റർ പറയുന്നുണ്ട്, ഹീസ് വെരി മച്ച് കോൺഫിഡൻറ്റ്, പറയുന്നുണ്ട് ഇലക്ഷൻ ലോ അമെൻമെന്റ് ബില്ല് സാറ്റിസ്ഫൈ ചെയ്തു എല്ലാ ടെസ്റ്റുകളും, നമ്മൾ മുന്നോട്ട് വെച്ച എല്ലാ ടെസ്റ്റുകളെയും ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടു. അതെല്ലാം ഫോർമുലേറ്റ് ചെയ്ത എല്ലാ ടെസ്റ്റുകളെയും ഇത് ചെയ്തിട്ട് തന്നെയാണ് ലേ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ ഫോർമുലേറ്റ് ചെയ്തു. ഫോർമുലേറ്റ് ചെയ്യല്ല, പുട്ട് അസൈഡ് മാറ്റി വെച്ച എല്ലാ ഇതിനെയും ഇത് ചെയ്തു, ലേ ഡൗൺ ചെയ്തു. സുപ്രീം കോർട്ട് വെച്ച എല്ലാ ടെസ്റ്റുകളെയും അതിജീവിച്ചാണ് ഈ പറയുന്ന ബില്ല് ഇവിടെ എത്തിയേക്കുന്നത് എന്ന് പറയുന്നത്. ആൻഡ് അതൊരു പെർമിസിബിൾ ലോ ആണ്, അലൗ ചെയ്യേണ്ട ലോ ആണ് എന്നാണ് പറയുന്നത്. കാര്യം പ്രൊപ്പോർഷണാലിറ്റി ഒക്കെ കൊണ്ട് എല്ലാവരും ഈക്വൽ ആയിട്ട് എല്ലാവരും മുന്നോട്ട് വെച്ച കാര്യമാണ്. അത് എന്തായാലും കോൺഫിഡൻറ്റ് നമ്മളത് ചെയ്തിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലോ മിനിസ്റ്റർ പറയുന്നത്. എന്നാൽ വീണ്ടും പറയുന്നു ദിസ് ഹാസ് ടു ബി റിഗറസ്ലി എക്സാമിൻഡ്. അപ്പോൾ ഇത് ചാടിക്കയറി നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി റിഗറസ്ലി എക്സാമിൻഡ്. കുറേ കൺസേൺസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിനൊന്നും ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ എന്ന രീതിയിലാണ് ഓദർ പറഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ. ആൻഡ് ആധാർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. ആധാർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് വോളണ്ടറി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതൊരു വോളണ്ടറി ആണ്. വേണമെങ്കിൽ നിനക്ക് എടുക്കാം, വേണ്ടെങ്കിൽ നിനക്ക് വേണ്ട എന്നുള്ള പറയുന്നത്. പക്ഷേ ഇൻ പ്രാക്ടീസ് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് മാൻഡേറ്ററി. പക്ഷേ പ്രാക്ടീസ് ഇപ്പോൾ ഈ ഒരു ബില്ലൂടെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാത്തും നിർബന്ധമാക്കും, ആധാർ നിർബന്ധമാക്കും. ഇതുവരെ വോളണ്ടറി ആണ് കേട്ടോ, പക്ഷേ ഇനി അത് നിർബന്ധമാക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പം നിർബന്ധമാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ബിഗ്. ഇത് കുറച്ചുകൂടി ബിഗ് പ്രോബ്ലം ആയിരിക്കും. ദ ബിൽ സേസ് ദാറ്റ് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ മേ റിക്വയർ ദ സബ്മിഷൻ ഓഫ് ആധാർ നമ്പർ ബോത്ത് ഫോർ ന്യൂ എൻറോൾമെന്റ്സ് ആൻഡ് ദോസ് ഓൾറെഡി എൻറോൾഡ്. അപ്പോൾ കണ്ടോ, ബില്ലിൽ പറയപ്പെടുന്നത്, ഇപ്പോഴത്തെ പാസ് ചെയ്യാൻ പോകുന്ന ബില്ലിൽ പറയുന്ന ഇത് ആധാർ നമ്പർ ബോത്ത് ഫോർ ന്യൂ എൻറോൾമെന്റ്സ് ആയിക്കോട്ടെ ആൻഡ് ദോസ് എൻറോൾഡ് ഓൾറെഡി. അവർ ഇനി മുതൽ നമുക്കപ്പോൾ വോട്ടേഴ്സ് ID ആയിട്ട് പോകേണ്ട കാര്യമില്ല. എന്താ പോകേണ്ട കാര്യമില്ലെന്നല്ല, അത് കൊണ്ട് കാര്യമില്ല, പോയിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഷോ യുവർ നമ്പർ, നമ്മുടെ ആധാർ നമ്പർ കൊണ്ട് കാണിച്ചു കൊടുക്കണം. ദാറ്റ്സ് ഇറ്റ്. ദ ചോയ്സ് നോട്ട് ടു സബ്മിറ്റ് ഈസ് ലിങ്ക്ഡ് ടു എ സഫിഷ്യന്റ് കോസ് വിച്ച് വിൽ ബി സെപ്പറേറ്റ്ലി പ്രിസ്ക്രൈബ്ഡ്. Whether the few permissible reasons not to intimate one's Aadhaar number include an objection on principle is unknown. If an individual's refusal to submit the detail is deemed unacceptable, it may result in the loss of franchise. Therefore, the measure may fail the test of proportionality. If the government really has no ulterior motive in the form of triggering mass deletions from the electoral rolls. പറഞ്ഞു വരുന്ന കാര്യം നോക്കുക, ഇത് കുറച്ചുകൂടെ ഒരു കൈവിട്ട് പോവുകയാണെന്നാണ് ഓദർ പറഞ്ഞു വരുന്നതല്ല. നോക്കാം, അപ്പം ഇനി മുതൽ പുതിയ എൻറോൾമെന്റ്സ് വരുമ്പോഴും അതുപോലെ തന്നെ ദിവസം ഓൾറെഡി എൻറോൾഡ് ആയവരും സബ്മിറ്റ് ചെയ്യണം ആധാർ നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ചോയ്സ് വേണമെങ്കിൽ നമുക്ക് ചോയ്സ് ഉണ്ടായിരുന്നു, നോട്ട് ടു സബ്മിറ്റ്, ചോയ്സ് ചെയ്യേണ്ട എന്നുള്ള പറയുന്നത്, സബ്മിറ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, വോളണ്ടറി അല്ലേ. അതുകൊണ്ട് നോട്ട് ടു സബ്മിറ്റ് ഇസ് ലിങ്ക് ടു എ സഫിഷ്യന്റ് കോസ്. പക്ഷേ ഇതൊരു സഫിഷ്യന്റ് കോസ് വെച്ചിട്ടുണ്ട്, വിച്ച് വിൽ ബി സെപ്പറേറ്റ്ലി പ്രിസ്ക്രൈബ്ഡ്. അതിനെ ഇനി സെപ്പറേറ്റ് ആയിട്ട് ഓതറൈസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ടാണ് വരുന്നത്. ഇനി അതിനെ നമുക്കൊരു മാൻഡേറ്ററി പ്രോസസ്സിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, മാൻഡേറ്ററി ആക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്കുള്ള ആ റൈറ്റ് വോളണ്ടറി ആയിട്ട് വേണമെങ്കിൽ വെക്കാൻ, വേണമെങ്കിൽ നമുക്ക് കൊടുക്കണ്ട എന്നുള്ള കാര്യം എടുത്ത് മാറ്റപ്പെടുന്നു എന്നാണ് ഇവിടെ ഓദർ പറയുന്നത്. ഓക്കെ, ദ ലോ ബോർഡർ ലോ അഡോപ്റ്റഡ് ബൈ ജൈന ഇസ് ആൻ അൾട്ടീരിയർ ഇൻറ്റീരിയർ. ഓക്കെ, അതെ, വൺ മസ്റ്റ് all stick to one's paramount goal even in the adverse condition. ഇത് നിങ്ങൾ ഇത് തന്നാണല്ലേ. അതെ, സോഷ്യൽ മീഡിയ ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയ നമ്പർ കൊടുത്താൽ അത് ലിങ്ക് ആവുന്ന അവസ്ഥ ഇപ്പം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഹരി, എന്ത് ചെയ്യാനാ? ഹിസ് കേസ് വിൽ നോട്ട് ബി ഇൻസ്റ്റാൻഡ് ഇൻ ദ കോൺസെപ്റ്റ് സ്ട്രോങ് എവിഡൻസസ് ഓൺ ദ പെർപെട്രേറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു വരുന്ന ഇതാണ് ഈ പക്ഷെ നോക്കിയേ, ഒരാളുടെ ഇത് നോട്ട് ടു ഇൻറ്റിമേറ്റ് വൺസ് ആധാർ നമ്പർ, ഒരാളുടെ ആധാർ നമ്പർ അനൗൺസ് ചെയ്യുക എന്നുള്ളത് എന്താ പറയുക, പെർമിസിബിൾ ആയിട്ടുള്ള കുറച്ച് പെർമിസിബിൾ റീസൺസ് ഉണ്ട് അല്ലേ. വെദർ ദി ഫ്യൂ റീസൺസ്, കുറച്ച് റീസൺസ് നമുക്ക് ദ ഫ്യൂ റീസൺസ് പെർമിസിബിൾ നോട്ട് ടു ഇൻറ്റിമേറ്റ് വൺസ് ആധാർ നമ്പർ. ഒരാളുടെ ആധാർ നമ്പർ കൊടുക്കുക എന്നുള്ളത് പെർമിസിബിൾ ആണ്, നമുക്ക് കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ്. നോട്ട് ടു കൊടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെർമിസിബിൾ ആണ്, പെർമിറ്റബിൾ ആണ് ഓൾറെഡി ഇപ്പം നമുക്ക്. പക്ഷേ
അത് ഇൻക്ലൂഡ് ആൻഡ് ഒബ്ജെക്ഷൻസ് ഓൺ പ്രിൻസിപ്പിൾ ഈസ് അൺനോൺ. പക്ഷേ ഈ പറയുന്ന എന്ത് പ്രിൻസിപ്പിളാണ് ഇതിന് മുമ്പിലുള്ളത്, നമ്മുടെ എന്ത് ഇതിന്റെ പേരിലാണ്, എന്ത് കാര്യത്തിന്റെ പേരിലാണ് നമ്മളതിനെ മാറ്റി നിർത്തുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് വരിക എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ റിഫ്യൂസ് എന്ന് വിചാരിച്ചോ, ഒരു ഇൻഡിവിജ്വൽ അത് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, അദ്ദേഹത്തിന്റെ എന്ത് പറ്റും, അദ്ദേഹത്തിന്റെ ഫ്രാഞ്ചൈസ് നഷ്ടപ്പെടും. അതാണ് ഇവിടെ പ്രശ്നം. ഒരാൾ ഇപ്പം പറയാണ് ഞാൻ എൻ്റെ ആധാർ നമ്പർ എനിക്ക് തരാൻ സൗകര്യമില്ല അല്ലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, താല്പര്യമില്ല, എനിക്ക് തരുന്നില്ല, ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു ദാറ്റ് എന്ന് പറഞ്ഞാൽ യു വിൽ ലൂസ് ദി ഫ്രാഞ്ചൈസ്, വോട്ട് ചെയ്യാനുള്ള അവകാശം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ വി ആർ ലൂസിങ് അവർ ഫ്രീഡം ഓഫ് വോട്ട്, വലിയ പ്രശ്നം വരികയാണ് അവിടെ. അതുകൊണ്ട് ഈ therefore അതുകൊണ്ട് തന്നെ അപ്പോൾ അതിന്റെ റിസൾട്ട് പറയാണ്. റിസൾട്ട് പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അടുത്തത് റിസൾട്ട് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിസൾട്ട്സ് ഒക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് therefore, thus, hence എന്നൊക്കെ പറയുന്ന കോഴ്സ് ഡിവൈസ് ഉപയോഗിക്കാം. ദ മെഷർ മേ ഫെയിൽ ദ ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അപ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റിയുടെ ഒരു ടെസ്റ്റ് അവിടെ ഫെയിൽ ചെയ്യപ്പെട്ടില്ലേ അല്ലെ? കുറച്ച് പേർക്ക് താല്പര്യമില്ല, കുറച്ച് പേർക്ക് താല്പര്യമുണ്ടെന്നാണ് വരുന്നെങ്കിൽ ഒരു പ്രൊപ്പോർഷൻ ഈക്വാലിറ്റി അവിടെ വരുന്നുണ്ടോ? ഈസ് ദർ എനി ഈക്വിറ്റി ഹാപ്പനിങ് ദർ? ഈക്വാലിറ്റി വരുന്നുണ്ടോ? ഇഫ് ദ ഗവൺമെന്റ് റിയലി ഹാസ്, ഇപ്പൊ ഗവൺമെന്റിന് അൾട്ടീരിയർ മോട്ടീവ് ഒന്നുമില്ല, ഒരു ഹിഡൻ മോട്ടീവ് ഇല്ലെന്ന് വിചാരിക്കാം, നമുക്ക് ഒരു ഹിഡൻ മോട്ടീവ് ഇല്ല, ഞങ്ങൾ നോർമലായ ആൾക്കാരുടെ ഇതിനു വേണ്ടിയിട്ടാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും ഇലക്ട്രൽ ലോസിനെ ട്രിഗർ ചെയ്യുന്ന മാസ് ഡിലീഷൻ നടത്തുന്നത്? എന്തുകൊണ്ടായിരിക്കും അല്ലേ? മറ്റ് ആൾക്കാരെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള മാസ് ഡിലീഷൻ നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ഓതർ ചെയ്യുന്നത്. ഇറ്റ് മസ്റ്റ് ഇൻവൈറ്റ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് അലൗ ഡീപ്പർ പാർലമെന്ററി സ്ക്രൂട്ടിനി ബിഫോർ ഇംപ്ലിമെന്റിംഗ് ദ ന്യൂ പ്രൊവിഷൻസ് ദാറ്റ് നൗ ഹാവ് ദ അപ്രൂവൽ ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. അപ്പോൾ ഓതർ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അൾട്ടീരിയർ മോട്ടീവ് ഒന്നും ഇല്ലെങ്കിൽ യു ഹാവ് ടു, ഇറ്റ് മസ്റ്റ് ഇൻവൈറ്റ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ എല്ലാവരുടെയും പൊതു അഭിപ്രായ ഹർജി നടത്തട്ടെ, അവിടെ പൊതു അഭിപ്രായത്തിനെ വിളിക്കട്ടെ, ഇൻവൈറ്റ് ചെയ്യട്ടെ. ആൻഡ് മാത്രമല്ല ഡീപ്പർ ആയിട്ടുള്ള ഒരു പാർലമെന്ററി സ്ക്രൂട്ടിനി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ബിഫോർ ഇംപ്ലിമെന്റിംഗ് ന്യൂ പ്രൊവിഷൻസ്. പുതിയ പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് എന്ത് കൊടുക്കണം? ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചേക്കുന്നുണ്ടോ? അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പുതിയ പ്രൊവിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ്, ഈ അപ്രൂവൽ കിട്ടുന്നതിന് മുമ്പ് ഒന്ന് എന്ത് ചെയ്യണം? ഡീപ്പർ പാർലമെന്ററി സ്ക്രൂട്ടിനി ആൻഡ് ഇൻവൈറ്റ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു സജഷൻ കൊടുത്തിട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ റൈറ്റപ്പ് എഴുതുമ്പോൾ യു ലീവ് യുവർ സജഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആൻഡ് ഇവിടുത്തെ ആർട്ടിക്കിൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അനലിറ്റിക്കലാണ്, അനലിറ്റിക്കാണ്. അവിടെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആർഗ്യുമെന്റും പറയുന്നുണ്ട്. ഇറ്റ്സ് ഒരു അനലിറ്റിക്കൽ ടോണിൽ കൊണ്ടുവന്നിട്ട് എന്നാൽ കുറച്ച് ഇതിനെതിരായിട്ട് തന്നെയല്ലേ നിൽക്കുന്നതെന്ന് നോക്കിയേ. ഒരു ആർഗ്യുമെന്റേറ്റീവ് മോഡിൽ തന്നെ അഗൈൻസ്റ്റ് ദിസ് ബിൽ എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് കൂടെ ഓർത്ത് നോക്കാം. ദാറ്റ്സ് ഹൗ ഇന്നത്തെ ആർട്ടിക്കിൾ ഗോസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. യൂണിയൻ ഗവൺമെന്റ്, ഇത് പാർലമെന്റ് പാരമൗണ്ട് അതോറിറ്റി ഓഫ് ഗവൺമെന്റ്സ് ഇൻ അവർ സ്റ്റേറ്റ്. ഓക്കെ, സജിനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ലാസ്റ്റ് അല്ലെ ജാൻ ഫസ്റ്റ് വീക്കിൽ, ജാൻ സെക്കൻഡിനെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, പെയ്ഡ് ക്ലാസ് ആയിരിക്കും. കാര്യം നമുക്കൊരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല, വൈറ്റിയിൽ അങ്ങനെ കംപ്ലീറ്റ്ലി അത് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്തായാലും കേട്ടോ. ഓക്കെ, സോ എനിവേ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടെ എല്ലാവരും. എന്നിട്ട് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് കേട്ടോ. നമ്മുടെ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്ന് ലൈക്ക് ചെയ്ത് വിടണം കേട്ടോ. ഒന്നുമില്ല, നമ്മളിവിടെ കഷ്ടപ്പെട്ടെന്ന് പറയുന്നതല്ലേ. ആകെ 39 പേരാണ് എനിക്കിന്ന് ലൈക്ക് തന്നെ. 70 പേര് ഉള്ള ലൈവാണേ എന്നിട്ടാ. ഓക്കെ, ഗുഡ്. ലെറ്റ്സ് സീ യെസ്റ്റർഡേ സ്പോട്ട് ദർ. അപ്പോൾ ഇന്നലത്തെ സ്പോട്ട് ദർ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ഫാക്ട് he led his senior compatriot in the deciding game, but Srikanth's experience made the decisive difference. നോക്കിയേ, ഇവിടുത്തെ സെന്റൻസ് നോക്കിയേ. ഡിസ്ക്രിപ്റ്റീവിന് മാത്രമായിട്ട് പുതിയ കോഴ്സ് തുടങ്ങുവാണ്. കാര്യം ഒരുപാട് കുട്ടികൾ ചോദിച്ചു നമ്മളോടൊപ്പം, അങ്ങനെ അവർക്ക് അതിന് മാത്രം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ് കേട്ടോ സോഫി. അതാണ് നമ്മുടെ പ്ലാൻ. ദാറ്റ്സ് വാട്ട് വി പ്ലാൻ നൗ. പറയൂ, ആൻസർ പറയൂ, ഇവിടുത്തെ ആൻസർ പറയൂ. ഓക്കെ, പറഞ്ഞു ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറ. ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് എല്ലാവരും ഞാൻ പറയും, നിങ്ങൾ റെസ്പോൺസ് അങ്ങോട്ടൊരു പാലായിട്ട് ഇങ്ങോട്ടും കൂടിയാണ്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ എനിക്ക് ആൻസർ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തിയിട്ട് തരിക. ഓരോ ക്വസ്റ്റ്യൻ ഡെയിലി നിങ്ങൾക്ക് തരുന്നത് എന്താ? നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് ഓർത്ത് അത് എഡിറ്റോറിയൽ ഇട്ട് തരുന്നത് എന്തുകൊണ്ടാണ്? കാര്യം അങ്ങനത്തെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ആണ് കോമ്പറ്റീവ് എക്സാമിൽ ഇപ്പോൾ വരുന്നത്. PSC ബുള്ളറ്റിൽ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തി നിങ്ങളോട്. സെന്റൻസ് വരെ എടുത്തിട്ടേക്കുന്നത് ഹിന്ദു എഡിറ്റോറിയൽ സെന്റൻസാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കൂടി, PSC ലെവൽ വരെ സ്റ്റാൻഡേർഡ് കൂടി. അപ്പോൾ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് അത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. ആൻസർ അപ്പോൾ കോമെന്റ് സെക്ഷനിലൊന്നും തരിക കേട്ടോ. ഇറ്റ്സ് ഫോർ യു ഓൺലി, ഇറ്റ്സ് ഫോർ യുവർ ഗുഡ് ഓൺലി, നോട്ട് ഫോർ മീ. ഓർത്ത് വെച്ചോളാം. ഓക്കെ, ലീഡ്സ് വരുമോ സൗമ്യ? ലീഡ്സ് വന്ന എന്താ പ്രശ്നം നോക്കിക്കേ. ഇൻ ഫാക്ട്
ഹി ലീഡ്സ് ഇപ്പം ഞാൻ ലീഡ്സ് എഴുതിയെന്ന് വിചാരിക്കുക, ഞാൻ ലീഡ്സ് ഇവിടെ എഴുതി. ഹിസ് സീനിയർ compatriot in the deciding game, but Srikanth's experience made പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ സെന്റൻസിന്റെ ഇവിടെ നോക്കിക്കേ, ബാക്കോട്ട് ഒന്ന് നോക്കുമ്പോൾ നോക്കി, ഇത് പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തേക്കുന്നത്, സിമ്പിൾ പാസ്റ്റിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ സിമ്പിൾ പാസ്റ്റ് തന്നെ വേണ്ട വരാനായിട്ട് ആണ്. കാര്യം എന്തുകൊണ്ടാ, സിംഗിൾ ഇതാണ്, കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഹി ലെറ്റ് ഹിസ് സീനിയർ കമ്പാട്രേറ്റ് അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ലീഡ്സ് സെറ്റാണ്, പാസ്റ്റ് ടെൻസ് കൊണ്ടുവരണം. അപ്പോൾ പാസ്റ്റ് ടെൻസ് കൊണ്ടുവരുന്നത് ലീഡിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, ലെഡ് ആണ്. അപ്പോൾ കൊടുക്കണം എങ്ങനെ, ഹി ലെഡ് എ സീനിയർ കമ്പാട്രേറ്റ് ഇൻ ദ ഡിസൈഡിംഗ് ഗെയിം ബട്ട് ശ്രീകാന്ത്സ് എക്സ്പീരിയൻസ് മെയ്ഡ് ദ ഡിസിസീവ് ഡിഫറൻസ്. പാസ്റ്റ് ടെൻസിലോട്ട് കൊണ്ടുവരിക. ദാറ്റ്സ് ഇറ്റ്. അത് നോക്കിയാൽ മതി, മൊത്തം സെന്റൻസ് നോക്കിയാൽ മതി, അപ്പോൾ ക്ലിയർ ആവും. ദാറ്റ്സ് ഇറ്റ്. ഐ ഗെസ് ഇറ്റ്സ് ക്ലിയർ. മൂവിംഗ് ഓൺ ടു ടുഡേസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. മീൻ വൈൽ പൊളിറ്റിക്കൽ പാർട്ടീസ് കമ്മിറ്റഡ് ടു പീസ് ഇൻ ദ സ്റ്റേറ്റ് മസ്റ്റ് സീക്ക് ടു ഡിഫ്യൂസ് any public anger over the alleged acts of sacrilege and not to let them descend into communal tensions. വായിച്ചു നോക്കിയിട്ട് ശ്രദ്ധിച്ച് ആൻസർ പറയണേ. ഓക്കെ. Meanwhile, political parties committed to peace in the state must seek to diffuse any public anger over the alleged acts of sacrilege and not let them descend into communal tensions. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക and put your answers in the comment section. മറന്നു പോരുത്, വീഡിയോ കഴിയുമ്പോൾ comment സെക്ഷനിൽ ഇട്ട ആൻസർ. ഓക്കെ, I will be looking forward to your answers. So thank you so much everyone. ലൈവിൽ വന്ന എല്ലാവർക്കും your active participationസിനൊക്കെ thank you so much. And റെക്കോർഡ് വീഡിയോ കാണുന്നവർക്കും thank you so much. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കേരള PSC ഷോർട്ട് സെലക്ഷൻ. This is the link for it. Okay, so ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമെന്റ് സെക്ഷൻ നിങ്ങളുടെ കോമെന്റ്സ്, ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഒക്കെ ഇടാം. യു ആർ ഓൾവേസ് വെൽക്കം. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആസ്പിറൻസിൽ, മറ്റ് ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിലൊക്കെ എത്തിക്കുക കേട്ടോ, ഫാമിലി മെമ്പേഴ്സിലൊക്കെ എത്തിക്കുക. അഡാറ്റ് 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ, ക്വസ്റ്റസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരായിരുന്നു, ബട്ട് ഇപ്പോൾ ടൈം ഒരുപാട് പോയത്, ഐ എം നോട്ട് ഗോയിങ് ടു വേസ്റ്റ് യു ടൈം അഗൈൻ. അപ്പോൾ നാളെ ഞാൻ ഇത് കാണിച്ചു തരാം, എങ്ങനെയാണ് ആപ്പിൽ എടുക്കുക എന്നുള്ളതൊക്കെ ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ ദാറ്റ്സ് ഇറ്റ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കാം കേട്ടോ. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇറ്റ്സ് വിന്റർ, അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ സേഫ് ആൻഡ് സെക്യൂർ, ബി ഹെൽതി, സ്റ്റേ ഹോം and but enjoy your day. Okay, thank you so much. See you tomorrow at 9 a.m.